പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നാം എല്ലാവരും സ്തോത്രത്തോടെ പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിനെ നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ VK സോമൻ അവറുകൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ തന്നെ പരിചയപ്പെടുത്തുകയും തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നതിനായിട്ട് തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊടുത്തു. പ്രൈസ് ലോർഡ് പാസ്റ്റേ. കർത്താവിൻ്റെ ദാസനെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഓക്കെ, പരിചയപ്പെടുത്താം. കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനിപ്പോൾ പാലക്കാട് അട്ടപ്പാടിയിൽ കള്ളമലയിലാണ് ശുശ്രൂഷിക്കുന്നത്. ഞാനിപ്പോൾ ഈ ജോയിൻ ചെയ്യുന്നത് അട്ടപ്പാടിയിൽ തന്നെ ഷോളയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് PC മർക്കോസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹത്തിന്റെ ചർച്ചിൽ നിന്നാണ് ഞാൻ ഇതിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് VK സോമൻ എന്നാണ്. ഞാൻ ഏതാണ്ട് 15 വർഷത്തോളമായി ഈ അട്ടപ്പാടിയിലെത്തി. ഇതിനിടയ്ക്ക് 1-2 വർഷം ഞാൻ ഇവിടെ ആലുവ സെൻട്രലിലായിരുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ഇവിടെ അട്ടപ്പാടിയിലേക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കടന്നു വന്നു. ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സഭാ ചാർജ് അല്ല, കർത്താവിൻ്റെ വേല, പരസ്യയോഗം, മറ്റ് ഭവന സന്ദർശനം, ഈ നിലയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭാര്യയുണ്ട്, ദൈവം തന്ന 2 ആൺമക്കളുണ്ട്. മൂത്ത മകന് 2 മക്കള്, ഇളയ മകന് 3 കുഞ്ഞുങ്ങള്. അതിൽ മൂത്തത് പെൺകൊച്ച്, രണ്ടാമത്തെ ആൺകുഞ്ഞ്. ഇളയ മോനും മൂത്തത് ആൺകുഞ്ഞ്, രണ്ടാമത്തെ പെൺകുഞ്ഞ്, മൂന്നാമത്തേത് ആൺകുഞ്ഞ്. അവരൊക്കെ കൃപയാല് സന്തോഷമായിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലം ഇപ്പോൾ ആ നിലയിലാണ്. കർത്താവിന് സ്തോത്രം. തുടർന്ന് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുൻപായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ നന്ദിയും വന്ദനവും സ്വാഗതവും ഞാൻ ആശംസിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ എനിക്കിങ്ങനെ ഒരു സാക്ഷ്യം പ്രസ്താവിക്കാനായിട്ട് വേദി ഒരുക്കി തന്ന അരോമ TV ചാനലിനും അതിൻ്റെ അഡ്മിനായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ എന്ന അദ്ദേഹത്തിനും തൻ്റെ ധർമ്മിണിക്ക് മറ്റു സഹപ്രവർത്തകർക്ക് ഏവർക്കും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പൂർവ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ, ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയല്ല. ഞാൻ പാരമ്പര്യമായിട്ട് ഒരു തച്ചന്റെ മകനാണ്. വാലടിശ്ശേരിയിൽ കുട്ടപ്പൻ ആശാരി എന്ന് പറയുന്ന ആളാണ് എൻ്റെ പിതാവ്. എൻ്റെ ജന്മനാട് ചങ്ങനാശ്ശേരിയാണ്. എനിക്ക് ഏതാണ്ട് 8 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ അദ്ദേഹം ഒരു കത്തോലിക്ക സഭയിൽ ചേർന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ പരസ്യമായി ആരാധിക്കുകയോ പള്ളിയിൽ പോകുകയോ ചെയ്യാതെ പുറമെ തൻ്റെ പാരമ്പര്യ പശ്ചാത്തലത്തിലൂടെ ജീവിക്കുകയും അപ്പോൾ തന്നെ രഹസ്യമായി തൻ്റെ പ്രാർത്ഥനകളും ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം ഈ ലോകം വിട്ട് കടന്നു പോകുന്നത്. പോയതിനു ശേഷം ഞങ്ങളൊക്കെ ഞങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് തന്നെയാണ് വളർന്നു വന്നത്. അങ്ങനെയുള്ള വളർച്ചയിൽ എൻ്റെ 2ാമത്തെ ജ്യേഷ്ഠനാണ് ഞങ്ങളുടെ കുടുംബ കാര്യങ്ങളൊക്കെ നോക്കിയത്. ഇടുക്കിയിൽ ഏതാണ്ട് ഒരു 10-30 ഏക്കർ സ്ഥലം വെട്ടിപ്പിടിച്ചും സർക്കാർ അലോട്ട് ചെയ്ത ബ്ലോക്കുമായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ 2ാമത്തെ ജ്യേഷ്ഠനെയാണ് കൈകാര്യം ചെയ്ത്. പിന്നെ വീട്ടിലെ പശ്ചാത്തലം പറഞ്ഞാൽ വളരെ പീഡാനുഭവങ്ങളൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഈ ഞങ്ങളുടെ സഹോദരനിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നതുകൊണ്ട് വീട് വിട്ട് അലഞ്ഞു തിരിയുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടായി.
അങ്ങനെയുള്ള പശ്ചാത്തലത്തിലായിരുന്ന സമയത്താണ് മറ്റ് കൂട്ടുകാർ കൂടി ഏതാണ്ട് 12 വയസ്സ് മുതൽ മദ്യത്തിനും കഞ്ചാവും മുതലായ ലഹരികൾക്ക് അടിമപ്പെട്ടു. ആ ജീവിതം ഏതാണ്ട് 23 വയസ്സ് വരെ ആ ജീവിതം തുടർന്നു. ആ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 18 വയസ്സൊക്കെ ആയപ്പോൾ നല്ല നിലയിൽ ചീട്ട് കളിക്കുക, മദ്യപിക്കുക, മറ്റുള്ളവരുമായി അടിപിടി ഉണ്ടാക്കുക. കാരണം ജീവിതത്തിന് യാതൊരു ലക്ഷ്യവുമില്ല, സമാധാനമില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടതായി വന്നത് 14-ാമത്തെ വയസ്സിലാണ്. അത് ഒരു ചെറിയ അടിപിടി കേസിലാണ്. പക്ഷെ അന്നിരുന്ന SI ഇന്നത്തെ പോലീസ് അല്ല. അന്നത്തെ പോലീസിന്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എങ്കിലും ഒരു ബാലൻ എന്ന നിലയിൽ ആ SI വലിയ പരിഗണന കാണിച്ചു. അദ്ദേഹം ദേഹോപദ്രവം ഒന്നും ചെയ്തില്ല, പക്ഷെ എന്റെ കൂടെയുള്ളവരെ ഒക്കെ ഉപദ്രവിച്ചു. അങ്ങനെയുള്ള പശ്ചാത്തലത്തിലൂടെയാണ് ജീവിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ മുൻപോട്ട് വരവേ എന്റെ ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്നത് ലേശം പോലും ഇല്ലാതെ നിരാശനായി, മദ്യത്തിന് അടിമയായി. അപ്പോൾ കുറച്ച് ആരോഗ്യമൊക്കെ വെച്ചപ്പോൾ കൂട്ടുകാരുണ്ടായി. ആ നിലയിലൂടെ മുമ്പോട്ട് ജീവിച്ചു വരുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ഞാൻ ശ്രമിച്ച വ്യക്തിയാണ്. ഒരു പ്രാവശ്യം പരാമറന്ന വിഷം, ഏലത്തിനടിക്കുന്ന വിഷം, അത് കഴിച്ച് മരിക്കാൻ വേണ്ടി ഞാൻ ആ വിഷം എടുത്ത് ഒളിച്ചു വെച്ചിട്ട് ഒരു സ്ഥലത്ത് വെച്ചു. വൈകിട്ട് അത് എടുത്തു കൊണ്ടുപോയി ഞാൻ ഒരു കണ്ടത്തിന്റെ വരമ്പയിൽ ഇരുന്ന് ഇത് കുടിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അത് വെറും പച്ചവെള്ളമാണ്, പക്ഷെ പരാമറല്ല. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് അത് എടുത്തിട്ട് അതിൽ പച്ചവെള്ളം ഒഴിച്ചു വെച്ചത്. അപ്പോൾ അങ്ങനെ എൻ്റെ ആ മരണം അവിടെ നീങ്ങിപ്പോയി. പക്ഷെ അന്നും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം എനിക്കന്നും അറിയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ മരിക്കാൻ പോകുന്നത്, ഞാൻ 3 വർഷം വ്രതമെടുത്ത് ശബരിമല പോയിട്ടുണ്ട്. 3-ാമത്തെ പ്രാവശ്യം ശബരിമലയിൽ പോയി ഞാൻ വന്ന് ചങ്ങനാശ്ശേരിയിൽ വന്നിറങ്ങി. അവിടെ നിന്നും കുറെ മദ്യവും കഴിച്ച് കഞ്ചാവും വലിച്ച് റെയിൽവേ പാളത്തിൽ കൂടെ നടന്ന് കോട്ടയത്തിനുള്ള റോഡ്, ഈ റെയിൽവേ പാളത്തിലൂടെ നടന്ന് ഇത്തിത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ സർപ്പക്കാവുണ്ട്. ആ സർപ്പക്കാവിന്റെ അടുത്ത് ഇന്ന് രാത്രി ഒരു പാളത്തെ കാലും ഒരു പാളത്തിലോട്ട് തലയും വെച്ച് ഞാൻ ക്രോസ് ആയിട്ട് കിടന്നു. മരിക്കണം, കാരണം ആ സർപ്പക്കാവായതുകൊണ്ട് ആരും പെട്ടെന്ന് അങ്ങോട്ട് വരത്തില്ല എന്നെനിക്കറിയാം. പക്ഷേ ട്രെയിൻ വരേണ്ട അല്പ മിനിറ്റുകൾക്ക് മുൻപ് 2 വ്യക്തികൾ എൻ്റെ കയ്യെ പിടിച്ച് ആ ഇരട്ടത്ത് വലിച്ചു മാറ്റിയിട്ട് അവർ പറഞ്ഞു, നിങ്ങളിപ്പോൾ മരിച്ചു പോകത്തില്ലായിരുന്നോ, ട്രെയിൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കാറ്റ് കൊള്ളാൻ ഇരുന്നിട്ട് ഉറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞു. അവരെന്നെ അവിടെ നിന്ന് വലിച്ചു മാറ്റി. പെട്ടെന്ന് ട്രെയിൻ കടന്നുപോയി. പക്ഷെ ആ വ്യക്തികൾ ആരാണെന്ന് എനിക്കറിയില്ല. അന്നും മരണം എന്നെ വിട്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഞാൻ തൂക്കുപാലം എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഇടുക്കിയിൽ തൂക്കുപാലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. ആ കാലത്ത് ഒരു ജീപ്പൊക്കെ ഉള്ള ആളെന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഞാൻ എവിടെങ്കിലും മദ്യപിച്ചൊക്കെ വീണ് കിടന്നാൽ എന്നെ എടുത്തു വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടാവും വണ്ടിയിൽ. പക്ഷെ എൻ്റെ കയ്യിലെ പൈസ തീർന്ന് ഒന്നുമില്ലാതെ വന്നപ്പോൾ ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു സിഗരറ്റ് വാങ്ങിത്തരാൻ പറഞ്ഞപ്പോൾ ആ വാഹനത്തിൽ ഇരുന്ന് എന്നെ ചീത്ത വിളിച്ചു. എൻ്റെ ഒരു സുഹൃത്താണ്. പക്ഷെ അന്ന് വരെ ഉണ്ടായിരുന്ന എൻ്റെ മനസ്സിന് എന്തോ ഒരു വ്യതിചലനം ഉണ്ടായിട്ട് ദൈവമേ എന്നൊരു ചിന്ത എനിക്കുണ്ടായി. ആ ദൈവമേ എന്നുള്ള ചിന്ത എന്നെ ഈശ്വരനിലേക്ക് അടുപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഭക്തനായി. അങ്ങനെയാണ് ഞാൻ പല ദേവാലയങ്ങളും പള്ളികളും, ഒന്നും വ്യത്യാസമില്ല, എല്ലായിടത്തും പോകും, എല്ലാ ഈശ്വരന്മാരെയും വിളിക്കും, നേർച്ച കാഴ്ചകൾ അർപ്പിക്കും. ഇങ്ങനെയൊക്കെ തുടർന്ന് മുൻപോട്ട് വന്നെങ്കിലും ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ഇല്ലാതെ ഇടുക്കി ജില്ലയിൽ പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടെ ഒരു മേശ പണിയാൻ വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ ആ മേശ പണിയാനായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ തിരുമേനി ഉഴവൂർ ശ്രീകുമാർ, ഞാൻ വിചാരിക്കുകയാണ് ഇത്രയും നല്ല മനുഷ്യരുണ്ടല്ലോ
എന്ന് ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. കാരണം ഒരു ക്ഷേത്രത്തിന്റെ തിരുമേനി താമസിക്കുന്ന ഇടത്ത് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാള് കയറി താമസിക്കുക എന്ന് പറയുന്ന അസാധ്യ കാര്യമാണ്. പക്ഷെ ആ തിരുമേനി ഒരു വ്യത്യാസവും കാണിക്കാതെ എന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം എന്നെ തന്നോട് കൂടെ താമസിപ്പിച്ചുകൊണ്ട് ഞാനും അദ്ദേഹവും ഒരുമിച്ചാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ പോയി പുഴയിൽ പോയി മുങ്ങി കുളിച്ച് അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആരാധനയ്ക്ക് വേണ്ടതായ ദീപാരാധനയ്ക്ക് വേണ്ടി ഒക്കെയുള്ള സഹായങ്ങൾ, പുഷ്പങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. മറ്റു കാര്യങ്ങളെല്ലാം പുറത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്തു വരവേ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു 12 തിങ്കളാഴ്ച സോമൻ വ്രതം അനുഷ്ഠിക്കാൻ പോകും. അപ്പൊ എന്താണ് ഈ വ്രതം എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു 12 തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാൻ പോകും. അങ്ങനെ വ്രതം അനുഷ്ഠിച്ച് ഞാൻ വരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഈ രാത്രിയിൽ അമ്പലത്തിൽ കയറി വന്ന്, അമ്പലത്തിന്റെ നടയിൽ വന്ന് അവിടെ നിന്ന് ഞാൻ ഈശ്വരനെ വിളിച്ച് ഞാൻ ആ നടയിലേക്ക് തലയും വെച്ച് കിടന്നു മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ ഞാൻ ഒരു സ്വപ്നം കാണുന്ന പോലെ, എന്നാൽ വാസ്തവത്തിൽ സ്വപ്നമല്ല. ഞാൻ ഇപ്രകാരം കാണുക, ഒരു ചെറിയൊരു കുഞ്ഞു വീട്, അന്ന് ഇടുക്കിയിലൊക്കെ ധാരാളം വീടുകളുണ്ട്, പുല്ലുമേഞ്ഞ വീട്, മൺകട്ട കെട്ടി കരിയും ചാണകവും കെട്ടി ഭിത്തി മെഴുകുന്ന ഒരു വീടുണ്ട്. അതുപോലത്തെ ഒരു വീട്. ആ വീടിന്റെ വാതുക്കൽ വലിയ ഹൈറ്റ് ഒന്നുമില്ലാത്ത ഒരു സ്ത്രീ, ഒരു 10-55 വയസ്സ് കാണുന്ന ഒരു സ്ത്രീ, ഒരു മുഷിഞ്ഞ ചട്ട, ഒരു മുഷിഞ്ഞ കൈലി കൊടുത്ത് കരിക്കട്ട പോലെ കറുത്ത കളറും ഒരു സഹോദരി നിൽക്കുന്നു. എന്നോട് ആരോ പറയണം, നിനക്ക് സമാധാനത്തിന് വേണ്ടി അവിടേക്ക് എല്ലാം. അപ്പോൾ ഇതെന്തോ ഒരു വല്ലാത്തൊരു സ്വപ്നമായി പോയി എന്നുള്ള ചിന്ത ഞാനതങ്ങ് വിട്ടു. പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ 12 തിങ്കളാഴ്ച വ്രതമാണ് പറഞ്ഞിരിക്കുന്നത്. 10ാമത്തെ തിങ്കളാഴ്ച രാവിലെ മറ്റ് പൂജാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പൂപ്പാറ ജംഗ്ഷനിൽ ഞാൻ ഇറങ്ങി നിൽക്കുമ്പോൾ 3 ശബ്ദം എന്നെ പിന്തുടരാൻ തുടങ്ങി. അതൊരു മനുഷ്യനുമല്ല, ഞാൻ എവിടെ നിന്നാലും ഈ ശബ്ദം എന്നെ പിന്തുടരാൻ തുടങ്ങി. ആ ശബ്ദം എങ്ങനെയാണ്? ചോദ്യം 1, സർവശക്തനായ ദൈവം ഒരു വിഗ്രഹത്തിൽ അടങ്ങിയിരിക്കുന്നു. ചോദ്യം 2, സർവശക്തനായ ദൈവമല്ലേ സകലതും സൃഷ്ടിച്ചത്. ചോദ്യം 3, സർവശക്തനായ ദൈവത്തിനു വേണ്ടി നീ എന്ത് ചെയ്തു? ഈ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് നിർവാഹമില്ലാതെ ഞാൻ ആകപ്പാടെ ഒരു പരവശനായി. ഞാൻ എവിടെ നിന്നാൽ ഈ ശബ്ദം എന്നെ പിന്തുടരാൻ തുടങ്ങി. അവിടുന്ന് ഞാൻ ഈ തിരുമേനി എഴുതി തന്ന ഒരുപാട് ശ്ലോകങ്ങളും ഭജന പാട്ടുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ ബുക്കെല്ലാം എടുത്ത് ഞാനൊരു മുള്ളംതണ്ട് മലയെന്ന് പറയുന്നൊരു മലയുണ്ട്. ആ മലയുടെ ഒരു ഭാഗത്ത് ആനയൊക്കെ വരുന്ന സ്ഥലമാണ്. പക്ഷെ ആരും ഇല്ലാതിരിക്കാൻ ഞാൻ അവിടേക്ക് ഓടി. ആ മലയുടെ മുകളിൽ കൂടെ ഞാനൊരു തനി പ്രാന്തനായിട്ട് ഓടി നടന്നു. മനസമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇതിന് ഉത്തരം എന്താ? ഞാൻ ഇത്രയും നാളും ചെയ്തതും എന്റെ അധ്വാനങ്ങളും വൃഥാവായി പോയല്ലോ. ഇനി എവിടെയാണ് ഈശ്വരൻ? അങ്ങനെയല്ലെങ്കിൽ ഇനി എവിടെയാണ് ഈശ്വരൻ? ഞാൻ ആകപ്പാടെ പ്രതിസന്ധിയിലായി, വിഷമത്തിലായി. പക്ഷെ അന്ന് ഏതാണ്ട് ഒരു 6 മണിയായപ്പോൾ ആ മലയുടെ മുകളിൽ വെച്ച് എന്തോ എനിക്ക് ഒരു സുബോധം വന്നിട്ട് ഞാൻ അവിടെ നിന്നൊരു തീരുമാനമെടുത്തു. ദൈവം എന്നത് സത്യമാണ്, പക്ഷേ അതൊരു വിഗ്രഹത്തിലല്ല. അതുകൊണ്ട് ഞാൻ ഇനി ഒരു വിഗ്രഹത്തെ ആരാധിക്കത്തില്ല. ഒരു പെന്തക്കോസുകാരനോ ഒരു ബൈബിള് വായിച്ചിട്ടോ ഒന്നുമല്ല ഞാൻ ആ തീരുമാനമെടുത്തത്. ആരെങ്കിലും നീ അവിടെ നിൽക്കേണ്ട, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു വിളിച്ചിട്ട് ഞാൻ എടുത്ത തീരുമാനമല്ല. അത് തെറ്റാണെന്ന് ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടെടുത്ത തീരുമാനമല്ല. എനിക്ക് വന്ന ആ സുബോധത്തിന്റെ മുൻപിൽ എന്റെ ബുദ്ധിമണ്ഡലത്തിൽ ദൈവം തന്നെ ആ വെളിച്ചം, പക്ഷെ ദൈവമാണ് ഇടപെടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ തീരുമാനമെടുത്തു, എന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ഒരു ദേവാലയങ്ങളിലും, പള്ളിയാകട്ടെ മറ്റു ഒരു ദേവാലയങ്ങളിലും ഒരു വിഗ്രഹങ്ങളെയും ഞാൻ ഇനി ഒരിക്കലും നമസ്കരിക്കത്തില്ല. പക്ഷെ പരമശിവൻ എന്റെ ഇഷ്ട ദൈവമാണ്, അതൊരു വിഗ്രഹത്തിലല്ല. പിന്നീട് ഞാൻ ചെയ്തത്, എല്ലാ ദിവസവും വെളുപ്പിനെ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ശുദ്ധമായ വെള്ളം, കോരി വെച്ചിരിക്കുന്ന വെള്ളം ഉപയോഗിക്കത്തില്ല,
വെള്ളം ഒഴുകുന്നിടത്ത് ചെന്ന് കാലും കൈയും കഴുകി വൃത്തിയായിട്ട് വന്ന് ഞാനിരുന്ന് ധ്യാനിക്കും. അങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് നല്ല പ്രകാശം എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. ആ പ്രകാശത്തിലൂടെ ഞാൻ കേൾക്കാൻ തുടങ്ങി. എന്നോട് ആരോ സംസാരിക്കുന്നത് പോലെ എനിക്ക് അനുഭവം ഉണ്ടാകുക. നിന്റെ മദ്യപാനം നിർത്തണം, കഞ്ചാവ് വലി നിർത്തണം, മറ്റുള്ളവരോടുള്ള പക നിർത്തണം, വാശി പാടില്ല, വൈരാഗ്യം പാടില്ല, മറ്റുള്ളവരെ സ്നേഹിക്കണം, എല്ലാവരെയും നീ സ്നേഹിക്കണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദോഷമായുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഉപേക്ഷിക്കാനുള്ള നിർദ്ദേശമൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ധ്യാനത്തിൽ കൂടി ഇങ്ങനെയൊക്കെ എനിക്ക് വെളിപ്പെടുന്നെങ്കിൽ ഇതൊക്കെ എങ്ങനെ അനുസരിച്ച് പോകാൻ പറ്റും? ഒരു മനുഷ്യൻ എങ്ങനെ കഴിയും? പരമാവധി ഞാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു രാത്രിയിൽ പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. ഒരു വെള്ള പേപ്പർ എടുത്ത് ഞാൻ ആ വെള്ള പേപ്പറിൽ ഇങ്ങനെ എഴുതി, പോകൂ പോകൂ വേദാന്തമേ, നിന്റെ കറുത്ത മുഖം കണ്ട് ഞാൻ മുഷിയുന്നു. പോകൂ പോകൂ സ്മരണകളെ, എൻ്റെ ഹൃദയത്തിന്റെ മുറിവുകൾ ഉണങ്ങട്ടെ എന്ന് ഞാൻ ആ വെള്ള പേപ്പറിൽ എഴുതി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ KU പൈലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിലേക്ക് ഞാൻ പോകുക. അദ്ദേഹം ഒരു പെന്തക്കോസുകാരനാണ്. ഞാൻ പറഞ്ഞത് ആരും പറഞ്ഞിട്ടല്ല ഞാൻ പെന്തക്കോസ് വന്നു, പക്ഷെ പെന്തക്കോസുകാരനെ കാണാൻ ഞാൻ വേണ്ടിയില്ല. ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ ഉപദേശം കേൾക്കാനൊന്നുമില്ല. പക്ഷെ ഞാൻ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരാമോ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, സോമന് ഞാൻ എന്ത് ജോലി തരും? ഇവിടെ ഒരു തൊഴുത്ത് പണിയണമായിരുന്നു, അത് സോമന്റെ അളിയൻ പണിതു. ഇനിയിപ്പോൾ അങ്ങനെയുള്ള പണിയൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തൊഴുത്ത് പണി വേണമെന്നില്ല, നിങ്ങളുടെ കൂടെ എന്ത് പണി തന്നാലും മതിയെന്ന്. അപ്പോൾ അദ്ദേഹം കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ കണ്ടം കിളയ്ക്കാൻ പോവുക, എന്റെ കണ്ടത്തിൽ പണിയാൻ ഈ സോമൻ എന്റെ കൂടെ വരുമോ? ഞാൻ പറഞ്ഞു, ഞാൻ വരാമെന്ന്. അങ്ങനെ ചെന്നപ്പോൾ തൊട്ട് അദ്ദേഹം കണ്ണുനീരോടെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ അവസ്ഥകൾ കേട്ടാണ് അദ്ദേഹം കരയുന്നത്. അങ്ങനെ നമ്മൾ ഒരു ദിവസം അദ്ദേഹം ഒരു കണ്ടത്തിന്റെ വരമ്പായിരുന്നു ഇപ്രകാരം ഒരു പാട്ട് പാടി, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നു. ആ പാട്ട് ശാന്തമായി അദ്ദേഹം പാടി. ആരും എനിക്കില്ലെന്നോ, ഏകനായി ഞാൻ തീർന്നുള്ള ആ പാട്ടിന്റെ അടികൾ എന്നെ വല്ലാതെ എന്നെ ആകർഷിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ, ഈ പാട്ട് എന്നെ ഒന്ന് പഠിപ്പിക്കാമോ എന്ന്. അദ്ദേഹം എന്നെ വിളിച്ച് തന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. ഞങ്ങള് കുളിച്ചു. പെട്ടെന്ന് അദ്ദേഹം ഹാർമോണിയം എടുത്തു വെച്ച് ഈ പാട്ട് പാടി അദ്ദേഹം കരഞ്ഞു. അതിനുശേഷം ഞാൻ ചോദിച്ചു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സോമന് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞ് സന്ധ്യയായപ്പോൾ അദ്ദേഹം എന്നെയും വിളിച്ച്. കറക്റ്റ് ഞാൻ ചെല്ലുന്നത്, ഞാൻ ആ അമ്പലത്തിന്റെ നടയിൽ തലയും വെച്ച് കിടന്നപ്പോൾ ഞാൻ കണ്ട ദർശനം, നിനക്ക് സമാധാനത്തിനു വേണ്ടി അവിടേക്ക് ചെല്ലെന്ന് പറഞ്ഞ അതേ വീട്, ആ ദർശനത്തിൽ കണ്ട അതേ സ്ത്രീയെ ആ വാതിക്കൽ നിൽക്കുന്നു. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ സ്ത്രീ ഇപ്രകാരം ചോദിച്ചു, എന്തിനാ പൈലിച്ചായ സോമനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ചു. കാരണം എന്നെ അവർക്കറിയാം. അവർ അന്യഭാഷ പറഞ്ഞന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ അതേ ട്യൂണിൽ മറ്റ് അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് പാട്ടുപാടി അവരെ കളിയാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, സോമന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ കയറിയിരുന്നു. ആ പ്രിയ സഹോദരിയുടെ ഒരു മകളെ വിവാഹം കഴിച്ചിടത്തുനിന്ന് വന്നിട്ടുണ്ട്. അവള് ലീല എന്നാണ് പേര്, പക്ഷെ പി ലീല പാടുന്ന പോലെ പാടും. ആ സഹോദരി പാട്ടുപാടിയ പാട്ടാണ് കണ്ടാലും കാൽവറിയിൽ കുരിശിൽ ശിരസതും ചാഞ്ഞു വരുന്നുള്ള ആ പാട്ട് പാടി. പിന്നെ രണ്ടാമതൊരു പാട്ട്, ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തിയിടും വൻകിരിയിൽ എന്നുള്ള പാട്ട് പാടി. ഈ രണ്ട് പാട്ട് പാടി ഇവർ അന്യ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു ഓം നമഃശിവായ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് അതേ പറയാൻ പറ്റത്തുള്ളല്ലോ. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോൾ എനിക്കത് പറയാൻ പറ്റുന്നില്ല. എന്തോ മറ്റൊരു ശക്തി എന്നിൽ വ്യാപരിച്ചിട്ട് എനിക്കത് പറയാൻ കഴിയുന്നില്ല. അതിനുശേഷം അദ്ദേഹം എഴുന്നേറ്റ്, ഞാൻ ഇപ്പോഴും വ്യക്തമായി ഓർക്കുന്നു, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന് യേശു ക്രിസ്തു കല്ലറയിൽ അടക്കപ്പെട്ടു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആ വിഷയം അദ്ദേഹം വിശദീകരിച്ചു. എന്തിനാണ് യേശു ക്രൂശിൽ മരിച്ചത്? എന്തിനാണ് യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നത്? മനുഷ്യൻ പാപിയാണ്. ആ പാപത്തെ നിന്നും നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. യേശുവിന്റെ ചങ്കില ചോര കൊണ്ടാണ് നമ്മുടെ പാപക്കറ കഴുകുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ അദ്ദേഹം അവിടെ അല്പസമയം ഒരു പ്രബോധനം പറഞ്ഞു. ആ സമയം എനിക്ക് ഒരു വല്ലാത്തൊരു എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ പറ്റും. പക്ഷെ ഞാൻ അറിയാത്തൊരു ശക്തി എന്നിൽ വ്യാപരിക്കുക.
അപ്പോൾ ഞാൻ ഈ ഓർമ്മശോധന നിർത്തിയിട്ട് ഞാൻ 1-2 സ്തോത്രം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ച് അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, സോമൻ പോകണ്ട, നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ഇരുന്ന് അല്പ കഞ്ഞി കുടിച്ചതിന് ശേഷം അദ്ദേഹം പെട്ടെന്നൊരു ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇരിക്കുന്ന എനിക്കെതിരെ പുള്ളിക്കാരൻ ഇരുന്ന് ബൈബിൾ എടുത്തു വെച്ച് സംസാരിക്കാം. ഇത് 1976 ഡിസംബർ മാസം 6-ാം തീയതിയാണ് ഈ സംഭവം. അദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ട് വന്നിട്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞു വന്നേച്ച് എന്നോട് അദ്ദേഹം ചോദിച്ചു, സോമൻ എത്ര നാള് ഈശ്വര ഭക്തനായി നടന്നു, എവിടെയെല്ലാം നേർച്ച കാഴ്ചകൾ അർപ്പിച്ചു, പക്ഷേ സമാധാനമുണ്ടോ? എന്നാൽ ഞാൻ പറയുന്ന യേശുവിന് നിന്റെ പണമല്ല വേണ്ടിയത്, നിന്റെ തീർത്ഥാടനമല്ല വേണ്ടിയത്, നേർച്ച കാഴ്ചകളല്ല വേണ്ടിയത്. യേശു ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, അത് സോമന്റെ ഹൃദയമാണ്. ആ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കാമോ എന്ന് അദ്ദേഹം ചോദിച്ച സമയം 6-ാം തീയതി രാത്രി 1 മണിയായ സമയത്താണ് അദ്ദേഹം എന്നോട് ചോദിക്കുന്നത്. അങ്ങനെ ആ ചോദ്യം സത്യം പറഞ്ഞാൽ ഒരു തീ അമ്പ് വന്ന് പതിയുന്ന പോലുള്ള ഒരു അനുഭവമാണ് എൻ്റെ ഹൃദയത്തിനുണ്ടായത്. ഞാൻ ആ സമയത്ത് പറഞ്ഞത് ഇങ്ങനെയാ, പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, യേശു എനിക്ക് സമാധാനം തരുമെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയമെന്ന് മാത്രമല്ല എന്നെ മുഴുവനായി ഞാൻ സമർപ്പിക്കാം. ഒരു പക്ഷേ മനുഷ്യന് വിശ്വസിക്കാൻ കഴിയത്തില്ല ഇരിക്കാം, പക്ഷെ എൻ്റെ അനുഭവം, ഞാൻ അനുഭവിച്ചത്, ഒരു കിണ്ടൽ ചാക്ക് എൻ്റെ തലയിൽ നിന്ന് താഴെ പോയിട്ട് ഞാൻ ഒരു കനം കുറഞ്ഞ വസ്തുവായി മാറി. എന്തെന്നില്ലാത്തൊരു വലിയ സന്തോഷം എന്നെ ഭരിക്കാൻ തുടങ്ങി. എനിക്ക് എന്താണ് ഞാൻ അപ്പോഴ വാസ്തവം പറഞ്ഞാൽ ഞാൻ എന്നെ കാണുന്നത്, അതുവരെ ഞാൻ എന്നെ കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്നെ കാണുമ്പോൾ തലമുടിയും വളർത്തി, വർഷങ്ങളായിട്ട് തലമുടി വളർത്തി, ദീക്ഷയും വളർത്തി, കറുത്ത വസ്ത്രവും ധരിച്ച്, നെറ്റിക്കെല്ലാം വസ്ത്രവും തൊട്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, സർവശക്തനായ ദൈവത്തിന് എന്റെ മുടി വളർന്നത് കൊണ്ട് എന്താ ഗുണം? ഞാൻ കുറെ താടി വളർത്തി നീട്ടിയത് കൊണ്ട് ദൈവത്തിന് എന്ത് ഗുണം? ഞാൻ കറുത്ത വസ്ത്രം ധരിച്ചത് കൊണ്ട് ദൈവത്തിന് എന്ത് ഗുണം? അപ്പോൾ ഞാൻ ഇതുവരെയും ചെയ്തത് ദൈവത്തിന് പ്രയോജനമുള്ള കാര്യമല്ല, എന്റെ അന്തരംഗത്തിൽ ഉദിച്ചു വരുന്ന ഉപദേശങ്ങളാണ്. ഞാനത് ആ തീരുമാനമെടുത്തു. 7-ാം തീയതി ഞാൻ പോയി മുടിയൊക്കെ വെട്ടി ക്ലിയറായി, ഷേവ് ഒക്കെ ചെയ്ത് ക്ലിയറായി. അപ്പോഴെനിക്കറിയത്തില്ല, ഞാൻ സിഗരറ്റും വലിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ രാത്രി ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പൈലിച്ചൻ എന്നെ കണ്ടു. അദ്ദേഹം കുറെ ദൂരം എൻ്റെ കൂടെ ഒരുമിച്ച് നടന്നു വന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, സോമൻ ഇന്നലെ പറഞ്ഞത് സത്യമാണോ? യേശുവിന് വേണ്ടി ജീവിക്കുമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ സത്യമാണ്. യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള തീരുമാനം, അതല്ലേ എൻ്റെ വേഷമെല്ലാം ഞാൻ മാറ്റിയത്, എൻ്റെ അവസ്ഥകളെല്ലാം ഞാൻ മാറ്റിയത് കണ്ടില്ലേ? അപ്പൊ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, സോമൻ ഇതിനു മുമ്പ് ഒരുപാട് ദേവാലയങ്ങളിലൊക്കെ പോയിട്ടില്ലേ? ഞാൻ പറഞ്ഞുണ്ട്. എവിടെങ്കിലും നിന്ന് പുകവലിച്ചിട്ടുണ്ടോ? എവിടെങ്കിലും നിന്ന് മദ്യപിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, കാരണം അത് ദേവാലയമല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനിൽ വസിച്ചുകൊണ്ട് നിങ്ങളാണ് ദൈവത്തിന്റെ ആലയം. അപ്പോൾ ഒരു ആലയമുണ്ട്, അവിടെ ഈശ്വരൻ ഉണ്ടെന്നുള്ള ഭയത്തിൽ സോമൻ അത് ചെയ്യാതിരുന്നെങ്കിൽ ആ ദൈവം സോമന്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യാതിരിക്കുകയാണോ അതോ നമ്മൾ ഉപേക്ഷിക്കുന്നതാണോ നല്ലത്? എവിടെയാണ് ദൈവം വസിക്കുന്നത്? അപ്പോഴാണ് എനിക്ക് ബോധം വന്നു. ആ 76 ഡിസംബർ മാസം 7-ാം തീയതി രാത്രി ഒരു 8:30 മണിയായപ്പോൾ ആ നടു റോഡിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ എൻ്റെ മദ്യപാനം, എൻ്റെ കഞ്ചാവ് വലി, എൻ്റെ പുകവലി, എൻ്റെ ചീട്ടുകളി, ഇങ്ങനെയുള്ള അവസ്ഥകളോടൊക്കെ ഞാൻ യാത്ര പറഞ്ഞു. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. പറഞ്ഞു, യേശുവേ എന്നെ സഹായിക്കണേ എന്നൊക്കെ ഞാൻ അറിയാവുന്ന പോലൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. അവിടെ ചെന്ന ഉടൻ തന്നെ തൻ്റെ ഭാര്യ, ഞങ്ങളെല്ലാം ചേച്ചി എന്നാ വിളിക്കുന്നത്, പുള്ളിക്കാരി പെട്ടെന്ന് ഒരു ബൈബിൾ എടുത്തുകൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. ഈ കട്ടി ബയൻഡിട്ടൊരു ബൈബിൾ. ആ ബൈബിൾ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, സോമൻ ഈ ബൈബിൾ വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പൈലിച്ചൻ വന്നിട്ടുണ്ട്, പറഞ്ഞു, സോമൻ പഴയ നിയമം വായിച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ മനസ്സിലാകത്തില്ല, ആകെ കൺഫ്യൂഷൻ ആകും, അതുകൊണ്ട് ഈ പുതിയ നിയമം വായിക്കുന്നു പറഞ്ഞ് പുതിയ നിയമഭാഗം എനിക്ക് എടുത്തു.
ഞാൻ ആ ബൈബിള് കയ്യിലെടുത്തപ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. ഞാൻ ഈ പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ ഈ ഭാഗവതമുണ്ട്, രാമായണമുണ്ട്. ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ജാക്കോബ സമുദായത്തിൽപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം എനിക്കൊരു ബൈബിള് തന്നു. അത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന മേശപ്പുറത്ത് ഇങ്ങനെ ഒരു വെള്ള തുണി വിരിച്ചിട്ട് അതിൽ ഒരു ബൈബിൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ക്രിസ്ത്യാനികളുടെ ബൈബിളാണ്. ഞാൻ പറഞ്ഞു എനിക്കും തരാവൂന്ന് ചോദിച്ചു. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. കാരണം ആ ബൈബിൾ എടുത്ത് തൂത്ത് തുടച്ച്, കാരണം വർഷങ്ങളായിട്ട് പുള്ളി അത് ഉപയോഗിക്കുന്നില്ലെങ്കിലും പൊടി പിടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു, അത് തൂത്ത് തുടച്ച് വൃത്തിയാക്കി അദ്ദേഹം എനിക്ക് തന്നു. അത്രയും നല്ലൊരു മനസ്സിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഞാനത് കൊണ്ടുവന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് വായിച്ച് 4-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോ ആദാമിന് 2 മക്കള്, കായീനും ഹാബേലും. അതിൽ കായീൻ ഹാബേലിനെ കൊന്നു. പിന്നെ കായീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. ഇങ്ങനെയുള്ള ഭാഗം വായിച്ചപ്പോ ആകെ 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഒരുത്തനെ കൊന്നു. പിന്നെ ഇവൻ എവിടുന്നാണ് ഭാര്യയെ കിട്ടിയത്? ഇത് കള്ളക്കഥയാണെന്നും പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട്, ബൈബിള് വലിച്ചു ദൂരെ എറിഞ്ഞിട്ട് ഞാൻ ഇരുന്ന ഭാഗവതന്റെ രാമായണം വായിച്ചു. ഞാൻ അതിനെ ഒരിക്കലും ദൂഷിക്കുകയല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. യേശുവിന്റെ സൽഗുണം പറഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ അന്ന് ഞാൻ വലിച്ചെറിഞ്ഞ അതേ അതേ കളറിലുള്ള ഒരു ബൈബിളാണ് ഈ ചിന്നമ്മ ചേച്ചി എന്റെ കയ്യിലോട്ട് കൊടുത്തത്. ആ ബൈബിള് ഞാൻ തുറന്നു വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വ്യക്തി എന്റെ മുൻപിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ എന്നോട് ഇടപെടാൻ തുടങ്ങി. എന്റെ യേശുവിന്റെ സ്നേഹം അന്ന് ഞാൻ മനസ്സിലാക്കി. ആ ദൈവവചനം വായിക്കുമ്പോൾ എനിക്കത് പറയാൻ ഇപ്പോഴും ശക്തിയില്ല. കാരണം എന്റെ കർത്താവിന്റെ ആ സ്നേഹം എന്താണെന്ന വചനം എന്നോട് ഇടപെടാൻ ഞാൻ അപ്പോൾ എന്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ചു, കർത്താവ് ഇത്രയും നിന്റെ സ്നേഹത്തിന്റെ സന്ദേശമാണല്ലോ ഞാൻ വെറും വേസ്റ്റ് കടലാസ് എറിയുന്നത് പോലെ വലിച്ചിട്ട്. ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. അങ്ങനെ ഞാൻ അടുത്ത ദിവസം കൂട്ടായ്മയ്ക്ക് കടന്നു പോകുന്നത് 8-ാം തീയതിയാണ്. 76 ഡിസംബർ മാസം 8-ാം തീയതി ബൈബിൾ ക്ലാസ് ഉണ്ട്. ആ ബൈബിൾ ക്ലാസ്സിന് പോയി. അന്ന് നല്ല നിലയിൽ ദൈവദാസൻ, നല്ല പഠന പരിജ്ഞാനമുള്ള ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം ബൈബിൾ ക്ലാസ് എടുത്തു. തുടർന്ന് 11-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് കാത്തിരിപ്പ് യോഗം, 12-ാം തീയതി സഭായോഗം, 15-ാം തീയതി ബൈബിൾ ക്ലാസ്, 18-ാം തീയതി കാത്തിരിപ്പ് യോഗം, 19-ാം തീയതി സഭായോഗം, 22 ബുധൻ ബൈബിൾ ക്ലാസ്, 25 ശനി കാത്തിരിപ്പ് യോഗം, 26 സഭായോഗം, 29 ബുധൻ ബൈബിൾ ക്ലാസ്. തുടർന്ന് 77 ജനുവരി 1-ാം തീയതി ഉപവാസവും പ്രാർത്ഥനയും കാത്തിരിപ്പ് യോഗവും. 77 ജനുവരി 2-ാം തീയതി എന്റെ സ്നാനമായിരുന്നു. ഇതിനിടയ്ക്ക് ദൈവം ചെയ്തൊരു വലിയ അത്ഭുതം. 18-ാം തീയതി കാത്തിരിപ്പ് യോഗത്തിന്റെ അന്ന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിൽ എന്നെ നിറച്ചു. അപ്പോൾ പലരും പറഞ്ഞു സോമന് പരിശുദ്ധാത്മാവല്ല, കാരണം സ്നാനപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് വരുമോ? അങ്ങനൊക്കെ തെറ്റിദ്ധരിച്ചവരുണ്ടായിരുന്നു. കൊർന്നല്യോസിനൊക്കെ പരിശുദ്ധാത്മാവിനെ കിട്ടിയ കാര്യം ഒരുപക്ഷെ അവർ ഓർക്കുന്നില്ലായിരിക്കാം. ഏതായാലും ഒരു കാര്യം, ഈ പൈലിച്ചൻ ഉൾപ്പെടെ മറ്റു പലരും പറഞ്ഞു സോമന് പരിശുദ്ധാത്മാവിനെയാണ് കിട്ടിയത്. കാരണം അവന്റെ പാപബോധം വന്നിട്ട് അവൻ നെടുമ്പാട് വീണ് കരയും. 9:30 മണിക്ക് തീരേണ്ട യോഗം, ഈ 18-ാം തീയതി കാത്തിരിപ്പ് യോഗത്തിന് 9 മണിക്ക് തീരേണ്ടതായ യോഗം, 9:30-ക്ക് തീരേണ്ട യോഗം 12 മണിയായിട്ടും അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ നെടുമ്പാട് വീണ് കരയും, കർത്താവേ ഞാൻ ഇന്ന പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ഓരോ പാപങ്ങളും ഞാൻ ഏറ്റു പറഞ്ഞു ഞാൻ ദൈവത്തോട് കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് 19-ാം തീയതി. ഞാൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെട്ടേ മതിയാകും. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, മറ്റുള്ളവരൊക്കെ പറഞ്ഞു സോമൻ ഇപ്പൊ സ്നാനപ്പെടാൻ പാടില്ല, കുറച്ചു ദിവസം ദൈവവചനം പഠി. ഞാൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെട്ടേ മതിയാകൂ. അങ്ങനെയാണ് 77 ജനുവരി മാസം 2-ാം തീയതി ഞാൻ സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട് കയറി വന്ന അന്ന് രാത്രിയിൽ ദൈവം ഒരു വലിയ ദർശനം എനിക്ക് തന്നു. കാരണം ഞാൻ പൈലിച്ചന്റെ വീട്ടിൽ, അപ്പം മറ്റുള്ളിടത്തോട്ടൊന്നും പോകാൻ എനിക്ക് സാധിക്കത്തില്ല. എന്റെ വീട്ടിലോട്ട് പോകാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, ആരാധനയ്ക്ക് സാധ്യമല്ല. അങ്ങനെയുള്ള അവസ്ഥ കൊണ്ട് പൈലിച്ചന്റെ വീട്ടിലേക്കാണ് പോയത്. പൈലിച്ചാന്റെ വീട്ടിൽ ചെന്നു. ഞാൻ ഒരു ഡെസ്കയിലാണ് ഞാൻ കിടക്കുന്നു.
ഈ ഡെസ്കേ കിടന്ന് എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാൻ അങ്ങ് കരയുക. കരഞ്ഞ് എന്റെ കർത്താവിന്റെ സ്നേഹം, ഈ സ്നേഹം ഞാൻ ഇതുവരെ അറിയാതിരുന്നല്ലോ എന്നോർത്ത് ഞാൻ അങ്ങ് കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു വന്ന മയക്കത്തിൽ ഞാനൊരു വലിയ ദർശനം കണ്ട്. റോസപ്പൂവിന്റെ കളറാണ് ഈ ആകാശത്തിന് മൊത്തം, നല്ല പ്രകാശം. അതിന്റെ നടുവിൽ സ്ക്വയറായിട്ടൊരു വലിയ വാതിൽ അങ്ങ് തുറന്നു. എന്നിട്ടും വളരെ മനോഹരമായ കുറെ മുഖങ്ങൾ എനിക്ക് മുഖം മാത്രമേ കാണത്തുള്ളൂ. എന്നെ നോക്കുന്നു, പക്ഷെ ഇവര് നൃത്തം ചെയ്യുകയാണെന്ന് എനിക്കറിയാം. ഇത് കണ്ട് ഞാൻ കരഞ്ഞ് ഡെസ്കേന്ന് ഞാനങ്ങ് പൊങ്ങി. ഈ ഡെസ്കേന്ന് പൊങ്ങി ഇങ്ങനെ ഡെസ്കേൽ വീഴുന്ന ശബ്ദം കേട്ട് ഉറങ്ങിക്കിടന്ന പൈരിച്ചാൻ ഓടുക. എന്താ സോമാന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാഴ്ച കണ്ടതാ. അദ്ദേഹം പറഞ്ഞു, ശാന്തമായിട്ട് കിടന്നുറങ്ങിക്കോ, ദൈവം വലിയ ദർശനങ്ങൾ തരുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത് 19-ാം തീയതി ജനുവരി മാസം 2-ാം തീയതി 77 ജനുവരി 2-ാം തീയതി രാത്രിയിൽ നടന്ന സംഭവമാണെങ്കിൽ 5-ാം തീയതി ബൈബിൾ ക്ലാസ്സിന് ഞാൻ ചെല്ലുമ്പോൾ ദൈവദാസൻ എടുത്ത ബൈബിൾ ക്ലാസ്സിൽ അന്ന് എടുത്ത ആദ്യത്തെ വാക്യം ഇതാണ്. അത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 7-9 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് അദ്ദേഹം അന്ന് ശുശ്രൂഷിച്ചത്. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരുടെ ഇടയിൽ വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് എന്റെ കർത്താവ് എന്നെ കാണിച്ചത്. ഒരു പാപിയായി, ഒരു നല്ല വാക്ക് പറയാൻ അറിയാൻ മേലാത്തവനായി, മദ്യത്തിനും മയക്കമരുന്നിനും അടിമകളായി, വീട്ടുകാരുപേക്ഷിച്ചു, കൂട്ടുകാരുപേക്ഷിച്ചു, എല്ലാവരാലും തള്ളപ്പെട്ട് ആർക്കും വേണ്ടാതെ വെറുക്കപ്പെട്ട് കിടന്ന എന്നെ എന്റെ യേശു ഇത്രയും സ്നേഹിച്ച ആ സ്നേഹമാണെന്ന് എനിക്ക് അന്നേരമാണ് മനസ്സിലായി. ഞാൻ കണ്ട ദർശനം പൈശാചികമല്ല, അത് മറ്റൊന്നല്ല, അത് ദൈവികമാണ്. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരുടെ ഇടയിൽ എത്ര സന്തോഷമുണ്ട് എന്നുള്ള സത്യമാണ് എന്ന ഉദാഹരണത്തിലൂടെ ആ ദൈവദാസന വചനം എടുത്ത് പ്രസംഗിച്ചു. ഈ സമയം എന്നെ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാപത്തെ വിട്ട് നമ്മൾ കർത്താവിലേക്ക് തിരിയുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മെ കുറിച്ച് സന്തോഷിക്കുന്ന ഒരു പിതാവുണ്ട്. നമ്മുടെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. ആ 2 പുത്രന്മാരിൽ ഇളയ മകൻ തന്റെ മുതൽ മുഴുവൻ മേടിച്ചു വിറ്റ് നശിപ്പിച്ച് ദൂർത്തടിച്ച് കഴിഞ്ഞപ്പോൾ അവന് സുബോധം വന്നപ്പോൾ ആ ദേശത്തെ ഒരു പൗരൻ പോലും അവനെ സഹായിക്കാനില്ലാതെ വന്നതിന്റെ കാരണം അവൻ അപ്പന്റെ അടുക്കൽ തന്നെ വരണം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദനകളും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ദൈവം അറിയാതെയല്ല, നിശ്ചയമായിട്ടും പരിഹാരമുണ്ട്. ആ അപ്പന്റെ അടുക്കിലേക്ക് നമ്മൾ വരണം. എന്നിട്ട് ആ അപ്പന്റെ മകനായി കർത്താവിനെ കൈക്കൊണ്ട് യേശു കർത്താവിന്റെ രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പൈതലായി മാറുന്നു. അങ്ങനെ ദൈവ പൈതലായി മാറുമ്പോൾ നമുക്ക് ആ സർവശക്തനായ ദൈവത്തെ, അഖിലാണ്ട ബ്രഹ്മഘടാകത്തെ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ഉളവാക്കിയ സർവശക്തനായ ദൈവം എന്റെ അപ്പൻ, എനിക്ക് ആ അപ്പനെ വിളിക്കാനായി യേശു പറഞ്ഞത്, നിങ്ങൾ വണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഏവർക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഈ സർവശക്തന്റെ മകനായി മകളായി തീരാനുള്ള അവകാശം തന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആയിത്തീരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദനകൾക്കൊക്കെ പരിഹാരം ഉണ്ട്. എന്റെ അനുഭവത്തിലൂടെ എനിക്ക് പറയാം, എന്റെ കർത്താവാണ് എനിക്ക് സമാധാനം തന്നത്. അങ്ങനെ വന്ന അപ്പൻ മകൻ ദൂരത്തു നിന്ന് വരുമ്പോൾ തന്നെ അപ്പൻ കണ്ടു. മകന്റെ ഹൃദയത്തിലിരിക്കുന്ന തീരുമാനം ഇതാണ്, ഞാൻ എൻ്റെ അപ്പനോട് പറയും, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമെന്ന് പറയും എന്നാണ് അവന്റെ തീരുമാനം. പക്ഷേ ആ തീരുമാനം ഒന്നും പറയുന്നതിന് മുൻപേ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് മേൽത്തരമായി അങ്കി കൊടുത്ത് കാലിൽ പുതിയ ചെരുപ്പിടിവിച്ച് തടിപ്പിച്ച കാളക്കുട്ടിയെ കൊന്ന് അറുത്ത് അവന് വേണ്ടി സദ്യമൊരുക്കി വലിയ സന്തോഷം ആ ഭവനത്തിൽ നിറയാൻ ഇടയായതുപോലെ
നാം ഏതവസ്ഥയിൽ ജനിച്ച വ്യക്തിയാകട്ടെ, ഏത് പശ്ചാത്തലമാകട്ടെ, നമ്മുടെ ജാതിയോ മതമോ കുലമോ ഈ വിദ്യാഭ്യാസമോ വിദ്യാഹീനതയോ, ഇത് ധനമോ ധനഹീനതയോ, ഇതൊന്നും വിഷയമല്ല. നമ്മളായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചതായ നമ്മുടെ സൃഷ്ടാവിലേക്ക് നമ്മൾ കടന്നു വരുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ഇന്നു വരെ ധനം തരാത്ത സമാധാനം, ലോകം തരാത്ത സമാധാനം, നമ്മുടെ പിൻഗാമികൾ തരാത്ത സമാധാനം, നമ്മുടെ പാർട്ടി തരാത്ത സമാധാനം, നമ്മുടെ പശ്ചാത്തലങ്ങളൊന്നും നമുക്ക് തരാത്ത ആ സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹവും ആദരവും കൂട്ടായ്മയും ആ സഹവാസവും അനുഭവിച്ച് സന്തോഷിപ്പാൻ കഴിയുന്ന ഒരനുഭവം നമുക്കുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരാശാരിയായി പിറന്ന എന്റെ ജീവിതത്തിൽ ആർക്കും വേണ്ടാതെ കിടന്ന് എന്റെ യേശുവിന് വേണമായിരുന്നെങ്കിൽ, എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളിൽ എത്ര പേരെ ഈ കർത്താവിന് വേണം? ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം ചിന്തിക്കുക. അതിനുശേഷം 79 ഞാൻ കർത്താവിന്റെ വേലയ്ക്കായി എന്നെ സമർപ്പിച്ചു. അന്ന് മുതൽ ഇന്നു വരെ കർത്താവിന്റെ വേലയുടെ ഒരു ഭാഗം എന്നെ ദൈവം ഏൽപ്പിച്ച കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജയോത്സവമായി ദൈവം നടത്തി. ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്നത് ഒരു വിശ്വാസി പോലും എനിക്കില്ല. കാരണം ഞാൻ അവിടെ ആരാധന ഇല്ലാത്ത കഴിഞ്ഞ ഏപ്രിലാണ് വന്നത്. എന്നാൽ ദൈവം എല്ലാറ്റിനും മതിയായവൻ, എല്ലാറ്റിനും മതിയായ ദൈവം, സർവശക്തനായ ദൈവത്തെ നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. കർത്താവിന്റെ വേലയ്ക്കിറങ്ങാൻ കാരണം ശക്തമായ നിലയിലുള്ള ദൈവിക ദർശനവും ദൈവ വിളിയും എനിക്കുണ്ടായി. ദൈവവചനങ്ങൾ കർത്താവ് കൃത്യമായി എന്നെ കാണിച്ചു തന്ന ഈ ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. ഒരിക്കൽ ഞാൻ ഇങ്ങനെ കർത്താവ് വേലയ്ക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ സ്നാനപ്പെട്ടു ദൈവസഭയിൽ വന്ന് ആദ്യം സാക്ഷ്യം പറഞ്ഞപ്പോൾ തന്നെ എന്റെ പാസ്റ്റർ പറഞ്ഞു, ഇവനെ കർത്താവിന്റെ വേലയ്ക്കുള്ളതാണ്. പക്ഷെ ഞാനത് അത്രയൊന്നും പരിഗണിച്ചിട്ടില്ല. എന്നാൽ ദൈവം ശക്തമായിട്ട് എന്നെ വിളിക്കാൻ, ദൈവ വിളി കേട്ടു. ഈ വിളി കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്വപ്നം കാണുകയല്ല. എന്റെ പേര് ചൊല്ലി എന്റെ കർത്താവ് എന്നെ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വിളിച്ച് ഈ വേല ചെയ്യണം എന്ന് പറഞ്ഞ് വിവിധ ഉദാഹരണങ്ങളിലൂടെ ദൈവം എന്നെ കാണിച്ചു. ആദ്യമായി ദൈവം എന്നെ കാണിച്ചൊരു കാര്യം, ഒരു KSRTC ബസ്, ആ ബസ്സിലെ ഒരു കണ്ടക്ടറായിട്ട് എന്നെ കയറ്റി നിർത്തി. അപ്പൊ ഈ കയറ്റി നിർത്തുന്നതൊക്കെ മറ്റു ചില ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ ഞാനത് പാസ്റ്ററോട് പറഞ്ഞാ, നിന്നെ ദൈവത്തിന് വേണ്ടി ദൈവം വേർതിരിച്ചാന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ആ വിഷയവും ഞാനങ്ങ് വിട്ടുകളഞ്ഞു. അതിനുശേഷം ഞാൻ കാണുന്നത്, ദൈവം എനിക്ക് ദർശനം തരുന്നത് ഒരു സ്ട്രെയിറ്റ് റോഡാണ്. കിഴക്ക് പടിഞ്ഞാറ് ഒരു റോഡ്. അതിൽ നിന്ന് ഒരു റോഡ് ഇങ്ങനെ വന്നിട്ട് കിഴക്കൂന്ന് വന്നിട്ട് വടക്കോട്ട് തിരിഞ്ഞു പോകുന്ന ഒരു വഴി. അതിന്റെ മുൻപേ കൊണ്ടുവന്ന കവലയിൽ 4 പോലീസുകാർ കൂടി എന്നെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഈ കിഴക്കൂന്ന് വരുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങൾക്ക് വടക്കോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കും, ആ വഴിയെ പോകാൻ പറയണം എന്ന് പറഞ്ഞ് എന്നെ അവിടെ കൊണ്ട് നിർത്തി. അപ്പൊ ഞാൻ നോക്കും, ഒരു വാഹനം ഇങ്ങനെ പാഞ്ഞ് ഇങ്ങോട്ട്, ഞാൻ ചാടി കൈ കാണിച്ചപ്പോൾ പെട്ടെന്ന് ചവിട്ടി ആ സ്ഥലം പോലും കിടന്ന് കുലുങ്ങി. ഉടനെ ഈ പോലീസുകാർ വന്നേച്ച് പറഞ്ഞു, അങ്ങനെ വരുന്ന വാഹനത്തിന് കൈ കാണിക്കരുത്. കാരണം കൈ കാണിച്ചാൽ അത് അപകടം ഉണ്ടാക്കത്തേ ഉള്ളൂ, അത് വരുന്ന വഴി പൊക്കോട്ടെന്ന് പറഞ്ഞു. അടുത്തതിന് ശേഷം ഒരു വണ്ടി അടുത്ത് ഇങ്ങോട്ട് വന്ന് അല്പം ഒന്ന് സ്ലോ ചെയ്ത് ഞാൻ കയറി കൈ കാണിച്ചു. ഇടത്തോട്ട് ഈ വടക്കോട്ടുള്ള വഴി ഞാൻ കാണിച്ചു കൊടുത്തു. ഉടനെ ആ വണ്ടി അങ്ങോട്ട് തിരിഞ്ഞു. ഉടനെ പോലീസുകാർ വന്നേച്ച് പറഞ്ഞു, ഇങ്ങനെ നീ ഈ ജോലി ചെയ്തോണമെന്ന്. അപ്പോൾ അതും എനിക്ക് അങ്ങോട്ട് ഞാനത് മനസ്സിലായി. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു. അപ്പൊ ദൈവദാസനോട് പറഞ്ഞു, കർത്താവ് അതിന്റെ വിശദീകരണം പുള്ളി എനിക്ക് തന്നു. അതിനുശേഷം ഞാൻ പിന്നെയും ഈ ശുശ്രൂഷയിൽ നിന്ന് മാറിയിരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുള്ള ചിന്തയിൽ ഞാൻ പിന്മാറി നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം എടുത്ത് എന്റെ പാസ്റ്ററാണ് എന്നോട് പറയാ, നീ ആ വാക്യം വായിക്കാൻ പോകും. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനത്തോളം അതിനെ തികയ്ക്കും എന്നുള്ള വാക്യം വായിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ അവസാനത്തോളം തികയ്ക്കാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്, നീ പുറകോട്ട് പോകാനല്ല എന്ന് ഈ ദൈവദാസൻ പറഞ്ഞു. എന്നിട്ടും ഞാനതിനെ പരിഗണിക്കാതെ ഞാൻ വീണ്ടും എന്ന് പറഞ്ഞ് ഇതിനേക്കാൾ നല്ലത് മറ്റു കുറച്ച് പണം എങ്ങനെയും ഉണ്ടാക്കി ജീവിക്കാമല്ലോ, അതാണ് നല്ലതെന്നുള്ളതാണ്. തുടർന്ന് മുൻപോട്ട് വന്നപ്പോൾ യെശയ്യാ പ്രവചനം
48-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം എടുത്ത് ദൈവം എന്നോട് സംസാരിച്ചു. അന്ധകാരത്തിൽ ഇരിക്കുന്നവനോട് വെളിയിൽ ഇറങ്ങി വരാൻ പറയാനായിട്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത്രയും വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിന്റെ വേലയാണ്. അങ്ങനെയാണ് ഞാൻ കർത്താവിന്റെ വേല ചെയ്തോളാം എന്നുള്ള തീരുമാനമെടുത്ത് ദൈവകരങ്ങളിൽ എന്നെ ഏൽപ്പിച്ച് സമർപ്പിച്ച് 79-ൽ കർത്താവിന്റെ വേലയ്ക്കായിട്ട് എന്നെ ഏൽപ്പിച്ച് ഞാൻ ദൈവവചനം പഠിക്കാനും തുടർന്ന് കർത്താവിന്റെ വേലയിലേക്ക് ഇറങ്ങാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. വളരെ പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തികള് ഇത് ഞാൻ എന്തോ മതം മാറ്റാൻ നടത്തുന്ന പ്രയോഗമാണെന്ന് പറഞ്ഞ് എന്നെ കൊല്ലാൻ ശ്രമിച്ച സന്ദർഭങ്ങളുണ്ട്. ഒരിക്കൽ എന്നോട് 3-4 സഹോദരന്മാർ വന്നേച്ച് പറഞ്ഞു, എടാ, ഇന്ത്യയിലുള്ള ഒരു ഹിന്ദുവായ നീ ക്രിസ്തു മതം സ്വീകരിച്ചത് കൊണ്ട് നിന്നെ ഞെരിച്ചൊടിച്ചു കൊല്ലേണ്ടതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൊന്നു സഹോദരന്മാരെ, എനിക്കൊരു 2 മിനിറ്റ് തന്നാ മതി. എന്തിനാന്ന് ചോദിച്ചു. ഞാനിതങ്ങ് ഉപേക്ഷിക്കാനാണെന്ന് പറഞ്ഞു. ഞാനിതങ്ങ് ഉപേക്ഷിക്കാം, അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ അവർ പറഞ്ഞു ഉപേക്ഷിക്കുക. ശരി. ഞാൻ പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾ എനിക്ക് ചെയ്യണം. ഞാൻ യേശുവിനെ വേണ്ടെന്ന് വെക്കുമ്പോൾ യേശുവിനേക്കാൾ നല്ലൊരാളെ നിങ്ങൾ എനിക്ക് തരണം. യേശുവിനേക്കാൾ നല്ല ഒരാളെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. ഞാൻ ഇത് വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾ പറയുന്ന റൂട്ടിലേക്ക് ഞാൻ വന്നോളാം. എന്താ ചെയ്യുന്ന? അവര് മറുപടി ഇല്ലാത്ത എന്റെ കുഴപ്പമാണോ? അവർക്ക് കാണിച്ചു തരാൻ ഇല്ലാത്തത് എന്റെ കുഴപ്പമാണോ? ഞാൻ വിധേയപ്പെട്ടല്ലോ. ഞാൻ അവർക്ക് വിധേയപ്പെട്ടു. നിങ്ങളുടെ പറയുന്ന എന്തും ഞാൻ അനുസരിച്ചോളാം. പക്ഷെ എനിക്ക് വേണ്ടത് ഇതാണ്. ഞാൻ യേശുവിനെ മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ എനിക്ക് അതിനെ ഒരാളെ കാണിച്ചു തരണം. അതില്ലാത്തത് എന്റെ കുഴപ്പമല്ല. അങ്ങനെയെങ്കിൽ പൊന്നു സഹോദരന്മാരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഞാനിത് പറയും, കാരണം എന്റെ അനുഭവമാണ്. 2002-ൽ എന്റെ കയ്യും കാലും വെട്ടി അരിഞ്ഞ് ഇടുക്കി ജില്ലയിൽ വളകോട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു മരം നിപ്പുണ്ട്. ആ മരത്തേൽ പരസ്യമായി തൂക്കിയിടുമെന്ന് പറഞ്ഞ് എന്നെ വെട്ടി നുറുക്കാൻ വേണ്ടി എന്റെ ആലയത്തിന്റെ ചുറ്റും നടന്നു 3 ദിവസം. പക്ഷേ എന്റെ ദേഹത്ത് തൊടാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. എന്റെ കഴിവല്ല, എന്റെ ദൈവം അനുവദിച്ചില്ല. ഞങ്ങളുടെ ആലയം ഇരിക്കുന്ന ഒരു റോഡ് ഇങ്ങനെ വളഞ്ഞു വരുന്ന ആ വളവിന്റെ നേരെയാണ് ഈ ആലയം ഇരിക്കുന്നത്. ഈ സംഭവങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അതിന്റെ എതിർവശത്തൊരു മലയുണ്ട്. ആ മലയിൽ നിന്ന് ഞങ്ങൾ രാത്രി ഭവന സന്ദർശനം കഴിഞ്ഞ് ഞാനും വൈഫും കൂടെ ഇറങ്ങി വരുമ്പോൾ ഈ ആലയത്തിന്റെ തൊട്ട് താഴെ ഒരു ചെറിയ തോടും അവിടെ കുറച്ച് കാപ്പിയും ഏലവും എല്ലായിട്ട് പിടിച്ചു കിടക്കുക. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അപ്പൊ ഈ ഹാളിന്റെ ഫ്രണ്ടിൽ ലൈറ്റ് കണ്ടു. അപ്പൊ ലൈറ്റ് കണ്ടപ്പോ എനിക്കറിയാം അടുത്ത വീട്ടിലെ പിള്ളേർ വന്ന് ലൈറ്റ് ഇടുന്നു. ഞാൻ അവളോട് പറഞ്ഞു, ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പിള്ളേർ വന്ന് ലൈറ്റ് ഇട്ട്. ഞങ്ങളുടെ ശബ്ദം കേൾക്കുകയും ഈ കാട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു ചെറിയ മങ്ങിയ ടോർച്ച് റോഡിലോട്ട് കയറിയിട്ട് അല്പം ഒന്ന് വെയിറ്റ് ചെയ്തേച്ച് സ്പീഡിൽ ചെന്ന് ഫ്രണ്ടിൽ ഈ ലൈറ്റ് നോക്കി. അപ്പൊ എനിക്ക് തോന്നി ഇന്ന് 2-1 അറിയാം, എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അവിടുന്ന് കയറി വന്നു. അപ്പോഴും ഈ ഹോളിന്റെ വാതുക്കൽ വരെ എന്റെ വൈഫ് എന്റെ കൈക്ക് പിടിച്ചു, അച്ഛൻ നമുക്ക് കയറണ്ട, ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ഞങ്ങൾ പെട്ടത്. അടുത്താണ് അദ്ദേഹത്തിന്റെ. അപ്പൊ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ താമസിക്കുന്ന വീട്ടുകാർ അന്ന് അവിടെ ഇല്ല. ഇത് ഈ പശ്ചാത്തലം എല്ലാം മനസ്സിലാക്കിയാണ് ഇവര് വന്നത്. അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞ പാസ്റ്റർ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇറങ്ങി മറ്റുള്ളവരെയൊക്കെ വിളിച്ചല്ല, നമുക്ക് ആരെയും കണ്ടില്ല. എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാവോ? ഈ പറഞ്ഞ ഡേറ്റ് 2002 ഓഗസ്റ്റ് മാസം 30-ാം തീയതിക്കുള്ളിൽ എന്നെ വെട്ടി നുറുക്കാൻ വേണ്ടിയാണ് പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷെ ദൈവം തമ്പുരാൻ അനുവദിച്ചില്ല. അത് കഴിഞ്ഞ് ഇവരുടെ ഒരു സമ്മേളനം നടന്നിടത്ത് ബൈബിളും പിടിച്ചുകൊണ്ട് ഞാൻ ചെന്നു. ഞാൻ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വെട്ടി നുറുക്കാൻ നടന്ന സോമനാ ഞാൻ. പക്ഷേ ഇപ്പൊ നിങ്ങൾ വെട്ടിയാൽ എന്റെ പെടലി മുറിയത്തില്ലെന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്റെ പെടലിക്ക് ഞാൻ ഇരിപ്പൊന്നും വെച്ച് കെട്ടിയിട്ടില്ല. പക്ഷേ എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. എനിക്കൊരു ദർശനം എന്റെ ദൈവം തന്നിട്ടുണ്ട്. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദർശനം എന്റെ ദൈവം എനിക്ക് തന്നത്. ആ ദർശനത്തിൽ ഞാൻ എത്തുന്നതിന് മുൻപ് ലോകം മുഴുവൻ വിചാരിച്ച എന്നെ കൊല്ലാൻ സാധിക്കത്തില്ല.
അതിന്റെ കാരണം എന്നെ അത്ര ഭദ്രമായി സൂക്ഷിക്കുന്ന ഒരു ഉടമസ്ഥൻ എനിക്കുണ്ട്. ഞാൻ എവിടെങ്കിലും അരി വീണ് നമ്മൾ പലയിടത്തും കാണും, ഈ ചീനി തൈയൊക്കെ കാന്താരിക്കൊല്ലയൊക്കെ അവിടെ ഇവിടെയൊക്കെ കിളുത്ത് നിൽക്കുന്നതൊക്കെ കാണും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, അവിടെ ഇവിടെയും പഴുത്തു നിൽക്കുന്ന കാന്താരി കിളി കൊത്തി തിന്നേച്ച് പോയി മരത്തിലിരുന്ന് കാഷ്ടുമ്പോൾ ആ അരി വീണ് കിളുക്കുന്നതാണ്. ഇങ്ങനെ കിളുത്തതല്ല, എന്നെ തോട്ടത്തിൽ നട്ട ഒരു ഉടമസ്ഥനുണ്ട്. നട്ടവനുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് പരിപാലിക്കാൻ ആ ഉടമസ്ഥൻ അറിയാം. ഞാൻ നട്ടു വളർന്ന തൈയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആർക്കും വേണ്ടാതെ കിടന്ന അവസ്ഥയിൽ നിന്ന് ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ, ദേശത്തിലെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ ഉയർത്തിയതാണ്. എളിയ സഹോദരൻ അവന്റെ ഉയർച്ചയിൽ അവൻ സന്തോഷിക്കട്ടെ എന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എല്ലാവരാലും തള്ളപ്പെട്ട് വിറക്കപ്പെട്ട എന്നെ അവസാനം എന്നെ അന്വേഷിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. പോലീസുകാർ മാത്രം, വേറെ ആരും എന്നെ അന്വേഷിക്കത്തില്ല. പക്ഷേ ദൈവത്തിന്റെ കരുണയാൽ അവരുടെയും കൈ എന്റെ ദേഹത്ത് വീഴാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഈ പറയുന്ന ഒന്നും പോഷ്കല്ല. കർത്താവിന് സ്തോത്രം. അതുപോലെ വിശ്വാസത്താൽ എന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചു. ഇങ്ങനെയുള്ള അനേക പ്രതികൂലങ്ങൾ അനേക സന്ദർഭങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വലിയ ഒരു രാത്രി ഞാൻ പലരുടെയും മധ്യത്തിൽ അകപ്പെട്ടു. അപ്പോഴെനിക്ക് മനസ്സിലായത്, എടാ, ബൈബിള് നമ്മൾ മാത്രമല്ലല്ലോ വായിക്കുന്നത്. എന്നെ ഉപദ്രവിക്കാൻ വന്ന് നിൽക്കുന്ന, ചുറ്റും വളഞ്ഞു നിൽക്കുന്ന ആളുകളിൽ ഒരുവൻ എന്നോട് ചോദിക്കുക, എന്നോട് നീ പറ, യേശു ആരാ പറ, യഹോവ ആരാ പറ. ഇതെല്ലാം പറഞ്ഞവൻ ഞാൻ മിണ്ടാതെ നിന്ന് ഒരുത്തൻ എന്നോട് ചോദിക്കുക, അതെന്താ മിണ്ടാത്തത്? നിങ്ങളുടെ വിലയേറിയ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കരുതെന്ന് എഴുതിയിട്ടില്ലേ, അതുകൊണ്ടാണോ? അപ്പൊ എനിക്ക് മനസ്സിലായി അവരും ബൈബിള് വായിക്കുന്നു, പക്ഷെ ഗുണമില്ലെന്ന് മാത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ബൈബിള് വായിക്കുന്നവർ നമ്മൾ മാത്രമല്ല, പലരും വായിക്കുന്നുണ്ട്. പക്ഷെ ബൈബിൾ വായിക്കുന്നവന്റെ മനോഭാവത്തിലാണ് ദൈവത്തിന്റെ അനുഗ്രഹം. ദൈവത്തിന് സ്തോത്രം. നാം ഒരു കാര്യം മനസ്സിലാക്കിയാൽ, ഇന്ന് ലോക ചരിത്രത്തിൽ ഇന്നുവരെ മരിക്കാൻ വേണ്ടി ഞാൻ വന്നു എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതെന്റെ കർത്താവ് മാത്രം. ഇരുട്ടിന്റെ അധികാരമാണിത്. തിരുവെഴുത്ത് നിവർത്തിയാകാൻ പോവുകയാണ്. തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവർത്തിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആ കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? നസ്രായനായ യേശുവിനെ. അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ ശ്വാസം പോലും ശ്വസിച്ച് അതിന്റെ ശക്തി പോലും സഹിക്കാൻ മേലാതെ ബോധരഹിതരായി വീണ പടയാളികളുടെ മുമ്പിൽ എന്റെ യേശുവിന് മരിക്കാതെ രക്ഷപ്പെടാൻ മേലായിരുന്നോ? എന്നാൽ എന്റെ യേശു അന്ന് മരിക്കാതെ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ കാണത്തില്ല. ഇന്ന് ഞാൻ എവിടെ കിടന്നേനെ? ഞാനിപ്പോഴും ഓർക്കും, പാട്ടുകാരൻ പാടുന്ന പോലെ, അന്നേ മരിച്ചു പോയെങ്കിൽ ചെന്നേ ഞാൻ വൻമരകത്തിൽ. അന്ന് ട്രെയിൻ കയറി എന്റെ ദേഹം കീറിപ്പറിഞ്ഞു പോയിരുന്നെങ്കിൽ, അന്ന് പരാമറ കുടിച്ച് മരിച്ച് എന്നെ മൺമറഞ്ഞ് പുഴുവരിച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് എന്റെ നിത്യത എവിടെയായിരുന്നു? ആ ധനവാൻ കിടക്കുന്ന നിത്യ നരകത്തിലായിരുന്നു. എന്നാൽ അന്ന് എന്റെ യേശു എനിക്ക് വേണ്ടി സ്വയം ജീവൻ അർപ്പിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ ജീവനുള്ളവനായിരുന്നു എന്റെ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാനും എനിക്കറിയാം. എനിക്ക് 2 അറ്റാക്ക് നേരിട്ടു. ആ 2 അറ്റാക്കിൽ ഞാൻ മരിച്ചു പോകേണ്ടവനായിരുന്നു. പക്ഷേ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എനിക്ക് പിന്നെ ആയുസ് ദീർഘമാക്കി തന്നത് വേറൊന്നിനുമല്ല, എന്റെ യേശു ജീവിക്കുന്നെന്ന് പറയാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു. എന്നാൽ സകലതും ജയിച്ചെന്ന് ആഗ്രഹിച്ച പിശാചിന്റെ മുൻപിൽ, ലൂസിഫറിന്റെ മുൻപിൽ, അവന്റെ എല്ലാ വിജയ ആഹ്ലാദത്തിനും അന്തം കുറിച്ചുകൊണ്ട്, അവനെ എന്നേക്കുമായി ലജ്ജിപ്പിച്ചുകൊണ്ട്, സാത്താനെ സൈന്യത്തെയും പരാജയത്തിന്റെ പടുകുഴിയിൽ തള്ളിക്കൊണ്ട്
എന്റെ യേശു കല്ലറയിൽ നിന്ന് 3-ാം നാൾ പുറത്തു വന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു കല്ലറയുടെ ഒരു ഗുഹയിലേക്ക് ഒരു സിംഹം കയറുന്ന കണ്ടോണ്ട് അതിന്റെ വായ്ക്കൽ ഇരുന്നൊരു ചെലന്തി അതിന്റെ വായ്ക്ക് മുഴുവൻ ഇങ്ങനെ ചുക്കിരിവലയാണ് വലിച്ചു. ഇവനൊന്ന് ഇറങ്ങി പോകുന്നെന്ന് കാണണമെന്നും പറഞ്ഞു. ഇത്രയേ ഉള്ളു പീലാത്തോസേ. ഗവർണർ ആയിരിക്കാം, ശത്രുക്കൾ പടയാളികളായിരിക്കാം, പരീശ പുരോഹിതന്മാരായിരിക്കാം, നീ എടുത്തു വെച്ച കനത്ത കല്ലും കനത്ത കാവൽക്കൂട്ടവും സിംഹത്തിനെതിരെ ചെലന്തി കെട്ടിയ ചെലന്തി വലയുടെ വിലയില്ലാതെ എന്റെ യേശു പുറത്തു വരേണ്ട സമയത്തേക്ക് പുറത്തു വന്നു. അവൻ പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്ന എന്നേക്കുമായി ജീവിക്കുന്നു. ഇതിന് തുല്യം പറയാൻ ആരെ കൊണ്ട് പറ്റും? ദൈവത്തിന് സ്തോത്രം. ഞാൻ മരിച്ചവനായിരുന്ന എന്നേക്കുമായി ഞാൻ ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ, ഇടവഴിയിൽ കൈവിട്ട് പോകാത്തവൻ, ഇന്നുവരെ നടത്തുന്നവൻ, ഓരോ ദിവസവും നമ്മെ അറിഞ്ഞ് നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ഓടിച്ച് ഇടുക്കി കഞ്ഞിക്കുഴിന്ന് വണ്ണപ്പുറത്തിനുള്ള കുത്തിറക്കും അതിലേക്ക് പോയിട്ടുള്ളവർക്കറിയാം. എത്രയോ കിലോമീറ്റർ ഉണ്ട്. ഞാൻ വണ്ടി ഓടിച്ചു, അതുവഴി കോട്ടയം പള്ളിക്കത്തോട് ചെന്ന് 85 കിലോമീറ്റർ ഞാൻ ഓടി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് എന്റെ വണ്ടിക്ക് ബ്രേക്കില്ല, ലേശം പോലും ബ്രേക്കില്ല. പ്രിയമുള്ളവരെ, നാം അറിയാതെ തന്നെ നമ്മെ പരിപാലിക്കുന്ന ഒരു നല്ല പരിപാലകനാണ് നമുക്ക് കർത്താവ്. ഇത്ര വലിയ കരുതലും സ്നേഹമുള്ള ഒരു നല്ല സംരക്ഷകൻ വേറെ എവിടെയുണ്ട്? കാരണം എന്താ? വേണമെങ്കിൽ ആ ഇറക്കത്തിൽ കൊടും വളവും ഭയങ്കര ഇറക്കവും അവിടെ വെച്ച് ഈ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാത്ത വണ്ടി വേണേ കുഴിയിലോട്ട് പോകാം. കുഴി പോയാൽ ഞങ്ങൾ 4 പേരെ വണ്ടിയിലുണ്ട്. ആ 4 പേരുടെയും അന്തം അവിടെ കഴിയും. അതുപോലുള്ള ഇറക്കമാണ്. എന്നാൽ എൻ്റെ ദൈവം എന്നെ പരിപാലിച്ചു. 85 കിലോമീറ്റർ വാഹനം ഓടിയിട്ട് മറ്റു കുഴപ്പമൊന്നുമില്ല. പക്ഷെ 85 കിലോമീറ്റർ ഓടി ലക്ഷ്യസ്ഥാനത്ത് എത്തി നോക്കുമ്പോൾ വണ്ടിക്ക് ലേശം പോലും ബ്രേക്കില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താ? എന്റെ കർത്താവിന് വേണ്ടി ഒരു പക്ഷേ ഇന്ന് ഈ അരോമ ടിവിയിൽ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ആയിരിക്കാം കഴിഞ്ഞ ജൂൺ മാസം 17-ാം തീയതി ആ ഇറക്കത്തിൽ തകർന്നു പോകേണ്ട ഞാൻ തകരാതെ എന്റെ ദൈവം എനിക്ക് ആയുസ് നീട്ടി തന്നത് ഇന്ന് ഈ അരോമ ടിവിയിൽ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയായിരുന്നു. കർത്താവിന് സ്തോത്രം. എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ പറയുന്ന സത്യം ഇത് എൻ്റെ അനുഭവമാണ്. ആരും പറയാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞല്ലോ, ആരും പറഞ്ഞിട്ടല്ല ഞാൻ പെന്തിക്കോസ് വന്നത്. ആരും പറഞ്ഞിട്ടല്ല ഞാൻ മറ്റു മാർഗങ്ങൾ ഉപേക്ഷിച്ചത്. ആരും പറഞ്ഞിട്ടല്ല നേർച്ച കാഴ്ച വഴിപാടുകൾ ഞാൻ ഉപേക്ഷിച്ചത്. ആരും പറഞ്ഞിട്ടല്ല ദേവാലയ വിഗ്രഹങ്ങളോ ഞാൻ ഉപേക്ഷിച്ചത്. ഞാൻ ആരെ സേവിച്ചോ അവിടെ ഇരുന്നു കൊണ്ട് ഇപ്പോൾ ഈ പ്രോഗ്രാം നടത്തുന്ന ദൈവദാസൻ ദാനിയേൽ ജോൺ എന്ന ദൈവദാസനെ, അദ്ദേഹത്തിന്റെ പേരാണത്. ഞാൻ മറ്റൊരാളെ കണ്ടുകൊണ്ട് ദാനിയേൽ ജോൺ എന്ന് വിളിച്ചാൽ അദ്ദേഹത്തിന് അതിന് മറുപടി പറയാൻ പറ്റത്തില്ല. കാരണം പേരുകാരൻ വേറെയാണ്, ആ പദവി വഹിക്കുന്നയാള് വേറെയാണ്. ഇതുപോലെ ഞാൻ എൻ്റെ അറിവില്ലായ്മയിൽ ദൈവമേ ദൈവമേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പലതിൻ്റെയും പല വഴിയിലൂടെ ഞാൻ ഓടിയെങ്കിലും യഥാർത്ഥമായി ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നീ അന്വേഷിക്കുന്നവൻ ഞാനാണ്. ആ കർത്താവാണ് എനിക്ക് 76 ഡിസംബർ മാസം 6-ാം തീയതി രാത്രി 1 മണിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അങ്ങ് അകലെ കത്തുന്ന പ്രകാശങ്ങൾ പലതും കണ്ടിട്ടുണ്ട്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഞാൻ പുഴയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധ രൂപീ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി, വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കെന്റെ ഉള്ളത്തിൽ വന്ന് വിളയാട് സരസ്വതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളത്തിലേക്ക് വന്ന ഓരോറ്റ വെളിച്ചം ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. അക്ഷരാഭ്യാസമില്ലാത്തവനായിരിക്കാം, അവൻ കുലഹീനനായിരിക്കാം, ഒരുപക്ഷെ കുലശ്രേഷ്ഠനായിരിക്കാം, ആരുമായി കൊള്ളട്ടെ, അവനെ പ്രകാശിപ്പിക്കുന്ന ഏക സത്യ വെളിച്ചം അതാണ്
അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അത്ഭുത പ്രകാശം പുറത്തുനിന്ന് നമ്മളിലേക്ക് അടിക്കുന്ന വെളിച്ചം കൊണ്ട് ഒരുപക്ഷെ നമുക്ക് നമ്മളെ കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ അകം കാണുന്ന ഒരു വെളിച്ചമുണ്ട്. അകം കാണുന്ന വെളിച്ചം വന്നെങ്കിലേ നമുക്ക് നമ്മളാരാന്ന് മനസ്സിലാക്കത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, സകല തിന്മകളും ഉള്ളത്തിലാണ് ഇരിക്കുന്നത്, അത് ഹൃദയത്തിൽ നിന്നാണ് പുറത്തിയാടിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് പുറത്തു പോകണേ, അകത്തേക്ക് വെളിച്ചം വരണം. ആ വെളിച്ചമാണ് എൻ്റെ യേശു. ആ പ്രകാശമാണവൻ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. പാപബോധം വരുത്തി ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി സമർപ്പിച്ചു. കൃപയാൽ 76 ഡിസംബർ മാസം 6-ാം തീയതി മുതൽ ഈ നിമിഷം വരെ എൻ്റെ ദൈവം എനിക്ക് എത്രയോ നല്ലവനാണ്. അതിനു മുൻപ് ഒരു ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും, കുറച്ചു നാൾ കഴിയുമ്പോൾ വേറൊരു ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകും, കുറച്ചു കഴിയുമ്പോൾ മറ്റൊരു ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകും. എന്നാൽ ഇങ്ങനെ പോയി നടന്നെങ്കിൽ 76 ഡിസംബർ മാസം 6-ാം തീയതി രാത്രി 1 മണിക്ക് ശേഷം വേറെ ഒരു ദൈവമുണ്ടോ എന്ന് എനിക്കൊരു സെക്കൻഡ് പോലും ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ഇതുവരെ എൻ്റെ യേശു നല്ലവനായി എന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നിത്യതയിലേക്കുള്ള ദർശനം എന്താണ്? ഞാൻ കർത്താവിന്റെ വേലക്കിറങ്ങുന്ന സമയത്ത് വലിയ പ്രതിസന്ധികൾ എനിക്കുണ്ടായി. വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരു പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു മേശപ്പുറത്തോട്ട് തലയും വെച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നൊരു മയക്കം മയങ്ങിയപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാഴ്ച കണ്ടു. ഞാൻ നിന്ന സ്ഥലമെല്ലാം ഭയങ്കര ഇരുട്ടാണ്. ആ ഇരുട്ടിൽ ഞാൻ ആകപ്പാടെ ഇരുട്ടാണല്ലോ, എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചിന്തിക്കുകയും ഒരു വെളിച്ചം എനിക്ക് മുൻപിൽ കണ്ടു. ആ വെളിച്ചത്തിലൂടെ ഞാൻ നടന്നപ്പോൾ ആ വെളിച്ചം ഇങ്ങനെ അങ്ങ് വർദ്ധിച്ചു. ആ വഴി ഒരു വളരെ വീതി കുറഞ്ഞ വഴിയാണ്, പക്ഷെ ചരട് വലിച്ചു കെട്ടിയപ്പോൾ നേരായ വഴിയാ, വളവും തിരിവൊന്നുമില്ല. ആ വഴിയിൽ ഇങ്ങനെ വെളിച്ചം പ്രകാശിച്ച് ഇങ്ങനെ വന്ന് ഞാൻ ആ വഴിയിലൂടെ നടന്ന് മുൻപോട്ട് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി, എൻ്റെ കർത്താവാണ് എനിക്ക് വെളിച്ചം തരുന്നത്. ഞാൻ ആ വെളിച്ചത്തിലൂടെ നടന്ന് കുറെ മുൻപോട്ട് ചെല്ലുമ്പോൾ ഒരു ഭയങ്കര കയറ്റമാണ്. ആ കയറ്റത്തിന്റെ താഴെ നിന്ന് മുകളിലോട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഈ കയറ്റം ഞാൻ എങ്ങനെ കയറും എന്ന് പറയേ എന്നെ ഇങ്ങനെ 2 കൈയിലും കോരി അങ്ങെടുത്താണ്. ഈ എടുക്കുന്ന ആളിനെ ഒന്നും ഞാൻ കാണുന്നില്ല, പക്ഷെ എന്നെ കോരി അങ്ങെടുത്തപ്പോൾ ഈ ആകാശം എന്ന് പറയുന്നത് റോസപ്പൂവിന്റെ കളറിൽ വെട്ടിത്തിളങ്ങുന്ന പ്രകാശമാണ്. അങ്ങനെ ഞാൻ ആ കയറ്റത്തിൽ ഞാൻ അറിയാതെ എന്നെ എടുത്തോണ്ട് അങ്ങ് പോവുക. ഞാൻ ആ കയ്യിലിരുന്നോണ്ട് അന്നേരം ഇങ്ങനെ പാടുക, വഴികളിലെല്ലാം പ്രതികൂലമെങ്കിലും യേശുവിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു ഞാൻ. കൂരിരുളാണ് ഈ വീതിയിലെങ്കിലും സ്വർഗം എനിക്കായി തുറന്നു തന്നു. സന്തോഷത്തോടെ ഞാൻ ഇങ്ങനെ പാടി ആ മലയുടെ മുകളിൽ ചെന്നൊരു വലിയ പട്ടണമാണ്. ആയുസ്സിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വെട്ടിത്തിളങ്ങുന്ന മണിമന്ദിരങ്ങളാണോ അതെന്തൊക്കെയാണെന്നൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. ആ മനോഹരമായ പട്ടണത്തിലേക്ക് എന്നെ അങ്ങ് നിർത്തി ഞാൻ കണ്ണു തുറന്നു. ഞാൻ ദൈവവചനം ധ്യാനിച്ചപ്പോൾ എനിക്ക് ഓരോന്നിന് ദൈവം വാക്യം തന്നു. ദർശനം നമുക്ക് വിശ്വസിക്കാം, പക്ഷെ അതിന്റെ പിന്നിൽ വചനമുണ്ടായിരിക്കണം. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെ അവൻ നമ്മെ അംശമായിട്ട് വഹിക്കാമെന്നല്ല പറഞ്ഞ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവസന്നിധിയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നെങ്കിൽ നിന്നെ അംശമായിട്ടല്ല, നിന്നെ മുഴുവനായി, നിന്റെ ഭാരങ്ങൾ മുഴുവൻ ചുമക്കുന്നവനാണ് എൻ്റെ കർത്താവ്. അത് എത്ര വലിയ വൈഷമ്യമുള്ള കുന്നായിക്കൊള്ളട്ടെ, നീ ഭാരപ്പെടണ്ട. ആ കയറ്റം എങ്ങനെ കയറുമെന്നോർത്ത് നീ ഭാരപ്പെടണ്ട. മുൻപോട്ട് എങ്ങനെ നീ പോകുമെന്നോർത്ത് ഭാരപ്പെടണ്ട. അവിടെ നമ്മെ വഹിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ടെന്ന്. ചുമ്മാ എങ്ങോട്ട് വരുന്നു അല്ലെന്ന് കൊണ്ടുപോകുന്നേ, എവിടെയെങ്കിലും കൊണ്ട് തള്ളാൻ കൊണ്ടുപോകും അല്ലെന്നേ. നിനക്ക് വേണ്ടി ഒരുക്കുന്ന പാവനമായ ഒരു പട്ടണമുണ്ട്, പരിശുദ്ധമായൊരു പട്ടണമുണ്ട്, ഒരു സ്വർഗീയ പട്ടണമുണ്ട്. ആ പട്ടണത്തിലേക്കുള്ള യാത്രയാണിത്. ആ യാത്രയിൽ അനവധി ക്ലേശങ്ങളുണ്ട്, അനവധി പ്രതികൂലങ്ങളുണ്ട്. പക്ഷേ എത്ര പ്രതികൂലങ്ങളുണ്ടെങ്കിലും അവിടെ ഒക്കെ നിന്നെ കരങ്ങളിൽ താങ്ങിയെടുത്ത് ശത്രുവിന്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ
ശത്രുവിന്റെ ഇഷ്ടത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മെ വഹിച്ചുകൊണ്ട് നമ്മെ ആ പട്ടണത്തിൽ എത്തിക്കുവോളും, പാവനമായ ആ പട്ടണത്തിൽ എത്തിക്കുവോളും നമ്മെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു നല്ല കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സ്വർഗീയമായ ദർശനവും ആ സ്വർഗീയമായ പ്രത്യാശയോടുകൂടെ ഇന്നും എൻ്റെ ജീവിതത്തിലെ ഏത് ഞെരുക്കവും ഏത് പ്രതിസന്ധികളും അതേ ഒന്നുമില്ലാത്ത സന്ദർഭങ്ങൾ വന്നാലും ഭാരപ്പെടാതെ സർവശക്തന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കുക. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ ഞെരുക്കം വന്നു. കാരണം എന്നെ സഹായിക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് ദൈവം തന്നൊരു ദർശനമാണ്, ഒരു വെളിപ്പാടാണ്. ആ മുടിയൻ പുത്രന് വേണ്ടി അവൻ പല പൗരന്മാരെ ആശ്രയിച്ചു. ഏതെങ്കിലും ഒരു പൗരൻ അവനെ സഹായിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അപ്പന്റെ വീട്ടിൽ വരത്തില്ല. അപ്പോൾ അപ്പന്റെ വീട്ടിൽ വരണമെങ്കിൽ അവന് ഹെൽപ്പ് ചെയ്യാൻ അവിടെ ആരും ഉണ്ടായിരിക്കാൻ പാടില്ല. പലപ്പോഴും നമ്മളെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലാതെ വരുന്നത് എന്തിനാ? നമ്മൾ അപ്പന്റെ അനുഗ്രഹം അനുഭവിക്കണം, അപ്പന്റെ സ്നേഹം അനുഭവിക്കണം. അതിനു വേണ്ടിയാണെന്ന് ദൈവം എൻ്റെ ഹൃദയത്തിലൂടെ എനിക്ക് അവിടെ സമാധാനം ഉണ്ടായി. ദൈവത്തെ സ്തോത്രം. അതുപോലെ എൻ്റെ വേദന എന്തിനായിരുന്നോ അതിന് പരിഹാരവും ദൈവം തന്നു. പ്രിയമുള്ളവരെ, ഇത്ര നല്ല ഒരപ്പൻ നമുക്കുണ്ട്. അവനെയാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നീ വിളിച്ചു പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാഗൽഭ്യത്തോടെ വിളിക്കണം, എൻ്റെ അപ്പനാണ്. അതെ, എൻ്റെ അപ്പനാണ് എൻ്റെ കർത്താവ്. ഒരു കാര്യം കൂടെ ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. ഞങ്ങളുടെ നാട്ടിൽ ഒരു പാലാ ചാച്ചൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 10 ഏക്കർ സ്ഥലം ആ ചാച്ചനാ വിലയ്ക്ക് വാങ്ങിയത്. ആ ചാച്ചൻ ഒരു ചായക്കടയുണ്ട്. നാട്ടുകാർ മുഴുവൻ ചാച്ചാ ചാച്ചാന്നാ വിളിക്കുന്നത്. ചാച്ചന്റെ ഭാര്യയെ അങ്ങനെ വിളിക്കും. ചാച്ചന് 3 ആമക്കളും 2 പെമ്മക്കളും ഉണ്ട്. 3 പെമ്മക്കളുണ്ട്. ഈ 3 പെമ്മക്കളും വിളിക്കുന്ന ചാച്ചാന്നാണ്, ഈ 3 ആമക്കളും വിളിക്കുന്ന ചാച്ചനെന്നാണ്. പക്ഷേ ഞങ്ങളോട് മേടിച്ച 10 ഏക്കർ ചാച്ചന്റെ മൂത്ത മകൻ വേവിച്ചിന് കൊടുത്തു. മറ്റൊരു പെരിയാർ വേലായുച്ചൻ എന്ന് പറയുന്ന പുള്ളിയുടെ 3 ഏക്കർ സ്ഥലം മേടിച്ച് അത് രണ്ടാമത്തെ വിൽസന് കൊടുത്തു. സർക്കാരിൽ അലോട്ട് ചെയ്ത് കിട്ടിയ 5 ഏക്കർ ബ്ലോക്ക് ഉണ്ട്, അത് ഏറ്റവും ഇളയ മകൻ തങ്കച്ചന് കൊടുത്തു. മറ്റ് 3 പെമ്മക്കൾക്ക് ന്യായമായ ഓഹരി സാമ്പത്തികം അവർക്ക് കൊടുത്തു. ചാച്ചാ ചാച്ചാ എന്ന് വിളിച്ച 100 കണക്ക് ജനം അവിടെ ഉണ്ടായിരുന്നു. 1 സെന്റ് ഭൂമിയോ 10 രൂപയോ ചാച്ചൻ കൊടുത്തില്ല. അതുകൊണ്ട് പിതാവേ 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 എന്ന് വിളിച്ചാ പോരാ, വീണ്ടും ജനിച്ചവൻ വിളിക്കണം. വീണ്ടും ജനിച്ചവന് ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറയാം, അഖിലാണ്ട ബ്രഹ്മഘടാകത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ആരാണെന്നറിയാമോ? എൻ്റെ അപ്പനാണ്. ആ, എന്തൊരു അത്ഭുതമാണ്. പിണറായി വിജയൻ നമ്മുടെയൊക്കെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ വീണ ജോർജ് പറയും, തന്റെ മകൻ പറയും, ആ മുഖ്യമന്ത്രി എൻ്റെ അപ്പനാണ്. ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ലോകം സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, സകലത്തെ ഉളവാക്കിയവൻ, എൻ്റെ അപ്പനെന്ന് പറയുന്ന ഒരൊറ്റ പദവി എനിക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്ന എൻ്റെ യേശുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. എൻ്റെ പാപം ഞാൻ അവനോട് ഏറ്റു പറഞ്ഞു. യേശുവേ, ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞു. എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ സകല കടങ്ങൾ ഇളച്ചു തരുന്ന ആ നല്ല യജമാനൻ എൻ്റെ കടങ്ങൾ മുഴുവൻ ഇളച്ചു തന്നു. എന്നെ സ്നേഹിച്ച് മാറോടണച്ച് എൻ്റെ കണ്ണുനീര് തുടച്ച് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന എൻ്റെ ദൈവം ഇതുവരെ നടത്തുന്നു. ആ ദൈവത്തെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വീണ്ടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹീതവും സ്പർശിയുമായ ജീവിതാനുഭവങ്ങളും കർത്താവിൻ്റെ ആലോചനകളും വളരെ അനുഗ്രഹീതമായ നിലയിൽ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ പാസ്റ്റർ കർത്താവ് ഉപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു ആശാരിയുടെ മകനായി, അല്ലെങ്കിൽ ഒരു തച്ചൻ്റെ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ആ ബാല്യത്തിൽ തന്നെ പിതാവ് നഷ്ടപ്പെട്ടു. പിന്നത്തേതിൽ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാതെ അലഞ്ഞു തിരിഞ്ഞ് ലോകപ്രകാരം ജീവിച്ച് പല വിധത്തിലുള്ളതായ മാലിന്യങ്ങളാൽ വഷളായ ഒരു ജീവിതം, ഒരു ബാല്യത്തിൽ തന്നെ പോലീസ് കേസുകളും
മദ്യവും മറ്റ് പലവിധമായ അടിപിടി കേസുകളും ഒക്കെ ഉണ്ടായി നശിച്ചു പോകേണ്ടുന്ന ഒരനുഭവം, ജീവിതത്തിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് വിചാരിച്ച് മരിച്ചാൽ മതി എന്ന് വിചാരിച്ച് ജീവിക്കും. പനാമറ കുടിക്കുവാനും റെയിൽവേ പാളത്തിൽ കിടന്ന് മരിക്കുവാനും മറ്റ് പലവിധ രീതികളിൽ കൂടി ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ, ജീവിക്കണ്ട എന്ന് വിചാരിച്ച് ജീവിതം അവസാനിപ്പിക്കുവാൻ എന്ന് തീരുമാനിച്ചപ്പോൾ, ആ നിമിഷം എന്ന് പറയുന്നത് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തിലാണ് മനുഷ്യൻ ഇനി ജീവിക്കണ്ട എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി ജീവിക്കണം, ഇനിയും നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടേതായ പ്രതീക്ഷകളും കഴിവുകളും എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല എന്ന ഒരു തീരുമാനത്തിലെത്തുമ്പോൾ പ്രതീക്ഷ തരുന്ന, പ്രത്യാശ തരുന്ന, സമാധാനം തരുന്ന, സന്തോഷം തരുന്ന സർവശക്തനായ ഒരുവനെ കണ്ടെത്തുന്ന ഒരു രംഗമാണ് കർത്താവിൻ്റെ ദാസൻ സോമൻ അവറുകളുടെ ജീവിതത്തിൽ പിന്നത്തേതിൽ ഉണ്ടാകുന്നത്. ആ പൈലിച്ചേട്ടനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹവുമായിട്ടുണ്ടായിട്ടുള്ള ആ ആത്മീയ കൂട്ടായ്മകളിലൂടെ ആത്മീയമായി വളരുവാന്, കർത്താവിനെ അറിയുവാന്, വചനം പഠിക്കുവാന്, ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ആ തിരുനാളങ്ങൾ പ്രകാശം പരത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വലിയൊരു പ്രകാശം, വലിയൊരു വെളിച്ചം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നേരത്തെ ഓർപ്പിച്ചതുപോലെ പുറമേ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വെളിച്ചമാണെങ്കിൽ അത് നമ്മുടെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. എന്നാൽ നമ്മെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന, നമ്മുടെ ഹൃദയങ്ങളെ കാണുവാൻ കഴിയുന്ന, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളവസ്ഥ കാണുവാൻ കഴിയുന്ന ഒരു പ്രകാശം ദൈവത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് പകരുവാനിടയായി തീർന്നു. ആ പ്രകാശം നിമിത്തമാണ് കർത്താവിൻ്റെ ദാസന്റെ ഉള്ളിലെ പാപബോധമുണ്ടാകുകയും ജീവിതത്തിലെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നെടുപാട് വീണ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, സമർപ്പിക്കുവാൻ ഇടയായി തീർന്നത്. ഒരു ദൈവ പൈതലായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കർത്താവ് തിരഞ്ഞെടുത്തു. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെടുവാനിടയായി തീർന്നു. കർത്താവ് നട്ട ഒരു തൈ പോലെ നട്ടിടത്ത് വളർന്നു വരുവാൻ, ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. അതെ, അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മീയ ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ തലങ്ങൾ, ആത്മീയ തലങ്ങളിൽ, ആത്മീയ ശുശ്രൂഷയിൽ അനേകരെ കൈപിടിച്ച് നടത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന അനുഭവങ്ങൾ, കർത്താവിൻ്റെ ദാസനെയും ശുശ്രൂഷ മണ്ഡലങ്ങളെയും സർവകൃപാലുവായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏത് കുടുംബത്തിൽ ജനിച്ചു, ആരുടെ മകനായി ജനിച്ചു, ആരുടെ സഹോദരനായി ആയിരിക്കുന്നു എന്നുള്ളതല്ല, പകരം ഇന്ന് നാം ആരായിരിക്കുന്നു, നാം ആരുടെ മകനാണ്. വാസ്തവത്തിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞതുപോലെ യേശുവിൻ്റെ മകനായി, ദൈവത്തിൻ്റെ പൈതലായി തീരുവാൻ കഴിയുന്നില്ല എങ്കിൽ നാം ഏത് കുടുംബത്തിൽ ജനിച്ചാലും, ആരുടെ സഹോദരനായിരുന്നാലും, നാം ഏത് പശ്ചാത്തലത്തിലുള്ള വ്യക്തിയായിരുന്നാലും, അത് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യത നഷ്ടമാകുവാൻ ഇടയായിത്തീരും. എന്നാൽ നിത്യപ്രത്യാശയ്ക്കായി വിളിക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അർത്ഥവത്തായ ഒരു ജീവിതമാണ്. അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ്. അതിന് ഒരുവൻ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ, ഈ ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പൈതലായി തീരുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്ത് വരിക. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയിലും പ്രയാസത്തിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മളെ സഹായിക്കാൻ കടന്നു വന്നാൽ നാം അവരുടെ പുറകെ പോകും, അവരിലേക്ക് ആശ്രയിക്കുവാനിടയായിത്തീരും. എന്നാൽ ആര് സഹായിക്കുവാനില്ല എന്ന് വിചാരിച്ച്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് വിചാരിച്ച് ഭാരപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട വ്യക്തി ഞങ്ങളെ ശ്രവിക്കുന്നെങ്കിൽ, അതെ, ആ മുടിയനായ പുത്രൻ അവൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നതുപോലെ കർത്താവായ യേശുവിലേക്ക് വരുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. മനുഷ്യരെ ഭയപ്പെടുന്നവരായിട്ടല്ല, മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നവരായിട്ടുമല്ല, നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി പ്രത്യാശയോടെ ദൈവത്തിൻ്റെ അടുത്ത് വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരുമാറാകട്ടെ. ഒരു നിമിഷം ഒരു നിമിഷം ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ എവിടെയായിരുന്നാലും, ഏത് പ്രശ്നങ്ങളുടെ നടുവിലായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന, സമാധാനവും സന്തോഷവും പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് സർവശക്തനായ കർത്താവ് യേശു. ആ യേശുവിൽ വിശ്വസിക്കുവാൻ
നമുക്ക് അവസരമുണ്ടാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാൽ ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആയിരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട്, കർത്താവേ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കണമേ, അങ്ങനെ പണിയണമേ, അങ്ങനെ പാപങ്ങളെ ക്ഷമിക്കണമേ, അങ്ങനെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ, അങ്ങനെ പ്രശ്നത്തിൽ എന്നെ കരകയറ്റണമേ, അങ്ങയുടെ സ്നേഹം എന്നിലേക്ക് പകരണമേ. ആ ക്രൂശിലേക്ക് നോക്കി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പ്രിയ സോമൻ പാസ്റ്റർ അരോമ TV-യിലെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പകൽ സമയത്തിനായി സ്തോത്രം. കർത്താവായ ദൈവമേ, ഒരിക്കൽ ആർക്കും വേണ്ടാതെ കിടന്ന അടിയനെ നീ വിളിച്ചു വേർതിരിച്ചു. നല്ലവനായ കർത്താവേ, അങ്ങയെക്കുറിച്ചൊരു വാക്ക് പറയാൻ യാതൊരു യോഗ്യതയുമില്ലാതെ അടിയൻ ഈ അരോമ TV-യിലൂടെ എൻ്റെ കർത്താവിനെ സാക്ഷിപ്പാനുള്ള അവസരം ദൈവം തന്നതിനായി ആദ്യപടി നന്ദി പറഞ്ഞ് നിനക്ക് സ്തോത്രം പറയും. കർത്താവെ, ഈ അരോമ TV-യുടെയും അതിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാന്യ കർത്തൃദാസനെ കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തന്റെ ശുശ്രൂഷകൾക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവെ, അടിയന്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞു അത് കേൾക്കപ്പെട്ട ഈ അരോമ TV-യുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം ഇത് ശ്രവിക്കാൻ ഇടയാക്കുന്നു, അനേകർ ഇനിയും ഈ യൂട്യൂബ് ചാനലിലൂടെ ഇത് ശ്രവിക്കാൻ കർത്താവ് ഇടയാക്കണമേ. കേൾക്കുന്നവരോട് ദൈവാത്മാവ് ഇടപെടണമേ. അവർ അനുഗ്രഹിക്കപ്പെടുവാനിടയാകണമേ. ഇന്ന് പകൽ ഇത് ശ്രവിച്ചവരുണ്ടെങ്കിൽ സർവശക്തനായ ദൈവം അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ തലമുറയെ അനുഗ്രഹിക്കണമേ കർത്താവേ. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച പിതാവേ, അങ്ങ് ആകർഷിക്കുമാറാകണമേ. നിത്യമായ നരകത്തിലേക്ക് പോയി നശിക്കും മുൻപേ നിത്യജീവനെ കണ്ടെത്താൻ എൻ്റെ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തെ സ്നേഹിക്കുന്നവരുണ്ട്, സ്നേഹിക്കാത്തവരുണ്ട്, എതിർക്കുന്നവരുണ്ട്. എല്ലാവരെയും ദൈവമേ ഞങ്ങൾ ഓർത്ത് സ്തോത്രം പറയുന്നു. സർവശക്തനവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ചാൽ ഇത്രത്തോളം നീ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. സകലമാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹീതമായ ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച കർത്താവിന്റെ ദാസൻ പ്രിയ സോമൻ പാസ്റ്ററുള്ളതായ നന്ദി, സ്നേഹവും ആമേൻ ഇത്തരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. കുടുംബത്തെയും മണ്ഡലങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സൗഖ്യം, ആരോഗ്യവും ദീർഘായുസ്സും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹത്തിനത്തിൽ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ മറ്റെന്തെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കാം. അടുത്ത് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.